Okay, so good afternoon everyone. We have only 2 days left for the exam and I hope everybody is preparing so well. Confident. Let us discuss a few more questions in chemistry. Chemistry and physics discuss പ്രത്യേക ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫിസിക്സ് കെമിസ്ട്രി മാത്സില് കെമിസ്ട്രിയാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ട് കെമിസ്ട്രിയിലെ മുഴുവൻ ചോദ്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ ഓപ്ഷൻസ് എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. Let us move to the first question. സമയം കളയേണ്ടതില്ല. So this is the first question. 3 gram of activated charcoal was added to 50 ml of acetic acid solution. Bracketil 0.06 normal in a flask എന്ന് തന്നിട്ടുണ്ട്. After an hour, it was filtered and the strength of the filtrate was found to be 0.042 normal. The amount of acetic acid adsorbed. ഇതാണ് ചോദ്യം. എത്ര acetic acidനെയാണ് adsorb ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. Adsorption ആണ്. Adsorption, mole concept എല്ലാമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് നമുക്കിവിടെ. Initially, നമ്മൾ എടുത്തിരിക്കുന്നത് ആരെയാണ്? 3 gram of activated charcoal was added to. 3 gram charcoal നമ്മൾ എടുത്തു. ഈ charcoal 50 ml acetic acid solution അതിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. സോ കോൺസെൻട്രേഷനും വോളിയം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് 0.06 നോർമൽ 50 ml acetic acid നമ്മൾ ചാർക്കോളിലൂടെ ആക്ടിവേറ്റഡ് ചാർക്കോളിലൂടെ പാസ് ചെയ്തു. അപ്പൊ ഞാനിവിടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ വെച്ചു എന്ന് കരുതുക. ഇതിലേക്ക് 50 ml acetic acid നമ്മൾ ഒഴിക്കുകയാണ്. 0.06 നോർമൽ ആണ്. അങ്ങനെ ഫിൽട്രേഷൻ നടന്നു. 1 മണിക്കൂർ ശേഷം കംപ്ലീറ്റ് ഫിൽറ്റർ ആയി കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ 0.06 അല്ല, പകരം എത്രയാണ്? 0.042 നോർമൽ ആണ്. വോളിയം 50 ml തന്നെ കാണുമല്ലോ. ഫിൽട്രേഷന് ശേഷം വാട്ടർ വോളിയം അല്ലെങ്കിൽ കാര്യമായിട്ട് വോളിയം അല്ലല്ലോ, പാർട്ടിക്കിൾസിനാണ് അബ്സോർബ് ചെയ്യുക. സോ വാട്ടർ 50 ml തന്നെ കാണും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് അസിറ്റിക് ആസിഡ് അബ്സോർബ്ഡ് പെർ ഗ്രാം ഓഫ് ദി ചാർക്കോൾ. അപ്പൊ എനിക്ക് എത്ര അസിറ്റിക് ആസിഡ് ആണ് അബ്സോർബ് ചെയ്തതെന്ന് മനസ്സിലാക്കണം. അതിനെന്താ ചെയ്യാ? ഇനീഷ്യലി നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് അസിറ്റിക് ആസിഡ് എത്രയാണെന്ന് കൗണ്ട് ചെയ്തേ. എങ്ങനെ കണ്ടുപിടിക്കാം? നോർമാലിറ്റി മോളാരിറ്റി ഇവിടെ രണ്ടും സെയിം ആണ്. സോ നോർമാലിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ 0.06 ഇൻറ്റു 50 നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന എത്ര? 630 അല്ലെ? യു ഗെറ്റ് 3 മില്ലിമോൾസ്. സിമിലർലി ഫിൽട്രേഷൻ നടന്നതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് അസിറ്റിക് ആസിഡ് എത്രയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് അസിറ്റിക് ആസിഡ് നമുക്ക് കിട്ടിയത് 0.042 ഇൻറ്റു 50 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2.1 മില്ലിമോൾ. അപ്പൊ 3 മില്ലിമോൾ അസിറ്റിക് ആസിഡ് കൊടുത്തു. 2.1 മില്ലിമോൾ അസിറ്റിക് ആസിഡ് മാത്രമേ ഫൈനൽ സൊല്യൂഷനിൽ കിട്ടിയുള്ളൂ. വിച്ച് ഇൻഡിക്കേറ്റ്സ് 0.9 millimole ഓഫ് അസിറ്റിക് ആസിഡ് ഈസ് അബ്സോർബ്ഡ്. ശരിയല്ലേ? അപ്പൊ അബ്സോർബ് ചെയ്തിരിക്കുന്നതിന്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് പെർ ഗ്രാം ഓഫ് ദി ചാർക്കോൾ. നമുക്ക് 0.9 മോൾ ആണ് അബ്സോർബ് ചെയ്തത്. സോ വാട്ട് ഈസ് മാസ് ഓഫ് അസിറ്റിക് ആസിഡ് അബ്സോർബ്ഡ് എത്രയാണ്? ഇറ്റ് ഈസ് 0.9 മില്ലിമോൾസ് ഇൻറ്റു അസിറ്റിക് ആസിഡിന്റെ മാസ് 60 ആണ്. പെർ ഗ്രാം ഓഫ് ദി ചാർക്കോൾ 3 ഗ്രാം അല്ലേ നമുക്കിത് തന്നിരിക്കുന്നത്? 3 ഗ്രാം അല്ലേ നമുക്കിത് തന്നെ? അപ്പൊ 1 ഗ്രാമിനാണ്, പെർ ഗ്രാമിനല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാ? യെസ്, യു ഗെറ്റ് 18 മില്ലിഗ്രാം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 18 മില്ലിഗ്രാം. മില്ലിയിലാ വരിക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ടോട്ടൽ അബ്സോർബ് ചെയ്തത് എത്രയാന്ന് ചോദിച്ചാൽ 54 mg ആണ് കിട്ടുക. പെർ ഗ്രാം ഓഫ് ദി ചാർക്കോൾ ആയതുകൊണ്ടാണ് നമുക്ക് 18 mg എന്ന് എഴുതേണ്ടത്. സോ x/m നമ്മൾ കണ്ടുപിടിച്ചു. x/m ഈസ് ഈക്വൽ ടു 18 മില്ലിഗ്രാം. മില്ലിഗ്രാമിലാണ് പറയേണ്ടത്. അപ്പൊ മില്ലിമോൾസ് തന്നെ എടുത്ത് നമുക്ക് പറഞ്ഞാൽ മതിയാവും. സോ കോൺസെപ്റ്റ് അബ്സോർപ്ഷൻ ആണ്. പ്രോബ്ലം ചെയ്യുന്നതിന് മോൾ കോൺസെപ്റ്റ് ആണ് നമുക്ക് ആവശ്യം വേണ്ടത്. ഓക്കെ, സീ ദിസ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഓഫ് എ പെർട്ടിക്കുലർ ഗ്യാസ് മിക്സ്ചർ ഈസ് 1:4. The ratio of number of their molecule is. മാസിന്റെ റേഷ്യോ ആണ് തന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ റേഷ്യോ നമ്പർ ഓഫ് മോൾസിന്റെ അതേ റേഷ്യോ ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഈസ് ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ നമ്മൾ ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി മാസ് ബൈ മോളാർ മാസ് ചെയ്താൽ മതി. മാസ് 1 ഗ്രാം ആണെങ്കിൽ ഇറ്റ് ഈസ് 1/32 മാസ് ബൈ മോളാർ മാസ്. 4 ഗ്രാം ആണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ 4/28 ആണ്. So this is 28:4 into 32, right?
അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 14, 2, 7 യു ഗെറ്റ് 7:32, റൈറ്റ്? സോ ദി നമ്പർ ഓഫ് മോൾസ് നിങ്ങൾക്ക് 7:32 എന്ന് പറയാം. അപ്പൊ അവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദെയർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ മോളിക്യൂളിന്റെ കേസുകൾ എടുത്ത് അല്ലെ, എങ്ങനെ എടുത്താലും നിങ്ങൾക്ക് സെയിം റേഷ്യോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റെഡി? അടുത്ത ചോദ്യം ഇതാണ്. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് ദി എമൗണ്ട് ഓഫ് ഡി ഫോംഡ് ഫ്രം 10 മോൾ ഓഫ് അസറ്റോഫീനോൺ. അസറ്റോഫീനോൺ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. അസറ്റോഫീനോൺ CH3CO കണക്റ്റഡ് ടു ദ ബെൻസീൻ റിംഗ്. അപ്പൊ ഈ അസറ്റോഫീനോൺ 10 മോളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡിയില് എത്രയാണ് എമൗണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നിങ്ങൾ ആ കണക്ഷൻ മൊത്തമായിട്ട് ചെയ്ത് നോക്കണം അല്ലെ. ഏറ്റവും ആദ്യം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് എന്താ? അസറ്റോഫീനോൺ. ഈ അസറ്റോഫീനോണിലേക്ക് NaOBr H3O+ എന്ന് പറഞ്ഞാൽ എന്താ? NaOBr എന്ന് പറയുന്നത് ഹാലോഫോം റിയാക്ഷൻ ആണ്. ബ്രോമോഫോം റിയാക്ഷൻ അല്ലെങ്കിൽ അയഡോഫോം റിയാക്ഷൻ ഒക്കെ പഠിച്ചില്ലേ? ഹാലോഫോം റിയാക്ഷനിൽ എന്താ സംഭവിക്കുക? മീഥൈൽ കീറ്റോണുകൾക്കാണ് ഹാലോഫോം റിയാക്ഷൻ ഉള്ളത്. ഒന്ന് ഓർത്തു വെക്കണം. അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ഹാലോഫോം അല്ലെങ്കിൽ CHBr3 CHI3 പോവുകയും നമുക്ക് ആ സിസ്റ്റം COO- ആയിട്ട് മാറുകയും ചെയ്യും. H3O+ എന്ന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബെൻസോയിക് ആസിഡ് ആണ്. കാരണം ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ H+ കൊടുക്കുമ്പോൾ നമുക്ക് COOH കിട്ടും. സോ ഹാലോഫോം റിയാക്ഷനിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്നത് സോഡിയം ബെൻസോയേറ്റ് ആണ് കിട്ടുക. അസിഡിക് മീഡിയത്തിൽ അത് ബെൻസോയിക് ആസിഡ് ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് യുവർ എ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ? അതിലേക്ക് NH3 കൊടുത്ത് ഹീറ്റ് ചെയ്യാണ്. ഒരു ആസിഡിലേക്ക് അമോണിയ കൊടുത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? യു ഗെറ്റ് അമൈഡ്. നമുക്ക് ഫോം ചെയ്യുന്നത് അമൈഡ് അല്ലേ? സോ COOH നമുക്ക് CONH2 എന്ന് എഴുതാം, വിച്ച് ഈസ് യുവർ അമൈഡ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ബി ആണ്, ബെൻസമൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് യുവർ ബി. 50% കിട്ടിയത്. ഇനി അടുത്ത സ്റ്റേജിൽ ചെയ്യുന്നത് എന്താ? Br2 ബാർ KOH നമ്മൾ കൊടുത്തിരിക്കുന്നു. ഒരു അമൈഡിലേക്ക് ഹാലജൻ ബാർ KOH കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? CONH2. വാട്ട് ഈസ് ദ റിയാക്ഷൻ ഹാപ്പനിങ്? ദാറ്റ് ഈസ് യുവർ ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ആ CO എന്നുള്ളത് മാറും. അപ്പൊ ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? ആനിലിൻ സിസ്റ്റം ആയിരിക്കും. സോ ദിസ് ഈസ് യുവർ C. 50% നമുക്ക് കിട്ടിയിരിക്കുന്ന C ഇയാളാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ബ്രോമിൻ 3 ഇക്വലന്റ് ബ്രോമിനെ നമ്മളൊരു പോളാർ സോൾവെന്റിൽ ആഡ് ചെയ്യാം. So what will happen? Electrophilic substitution reaction will happen, right? ബെൻസീൻ റിംഗിന്റെ NH2 എന്നുള്ളത് ഓർത്തോപാര ഡിറക്റ്റിംഗ് ആണ്, ഹൈലി ആക്ടിവേറ്റിംഗ് ആയിരിക്കുന്ന ആളാണ് NH2. സോ നമുക്ക് 3 ബ്രോമിൻ ഉണ്ട്. 3 ഇക്വലന്റ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ട്രൈബ്രോമോ ആനിലിൻ കിട്ടി എന്ന് പറയാം. ഇതാണ് നമ്മുടെ കയ്യിൽ ട്രൈബ്രോമോ എഴുതുമ്പോൾ 2,4,6 ട്രൈബ്രോമോ ആനിലിൻ ആണ്. ദിസ് ഈസ് യുവർ ഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താ? അതിന്റെ റിയാക്ഷൻ സീക്വൻസ് കറക്റ്റ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. റിയാക്ഷൻ സീക്വൻസ് ഒന്നുകൂടി നോക്കുക. അസറ്റോഫീനോൺ ആണ്. ആഫ്റ്റർ ഹാലോഫോം റിയാക്ഷൻ സോഡിയം ബെൻസോയിറ്റ് കിട്ടി. അതിലേക്ക് H+ കൊടുത്തപ്പോൾ ബെൻസോയിക് ആസിഡ് കിട്ടി. അമോണിയ വെച്ച് ഹീറ്റ് ചെയ്തപ്പോൾ അമൈഡ് നമുക്ക് കിട്ടി. ദെൻ ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ആനിലിൻ കിട്ടി. ബ്രോമിനേഷൻ ചെയ്തപ്പോൾ ട്രൈബ്രോമോ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. ഇതാണ് ഡി. ചോദ്യം എന്താ? എത്ര എമൗണ്ട് ഓഫ് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിയുടെ എമൗണ്ട് കണ്ടുപിടിക്കണം. അതിനാദ്യം നോക്കണേ, 10 മോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ 60% എ കിട്ടി എന്ന് പറഞ്ഞാൽ 10ന്റെ 60% എത്രയാ? 6 ആണ്. 6 മോളാണ് നമ്മുടെ കയ്യിൽ എ ഉള്ളത്. 100 എടുത്താൽ 60 മോള് കിട്ടി. 10 എടുത്താൽ 6 മോളാ കിട്ടുക. രണ്ടാമത്തെ കേസിൽ നോക്കിയേ നിങ്ങൾ ഇവിടെ 60% കിട്ടി. അത് 6 മോളാണെന്ന് മനസ്സിലാവുന്നു. അടുത്തതില് ബി നമുക്ക് 50% കിട്ടുന്നുള്ളൂ. 6 മോളിന്റെ 50% എന്ന് പറഞ്ഞാൽ 3 മോളല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ബി എത്രയാ? 3 മോളാ. ഇനി അടുത്തത് സി, അതിന്റെ 50%. 3 മോളിന്റെ 50% എത്രയാ? 3/2 മോളാണ്. 1.5 മോള്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സി 1.5 മോളാണ്. ഡി 100% കിട്ടി. അപ്പൊ 1.5 മോള് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. 3/2 മോൾ ഡി ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ്. അപ്പൊ നമുക്കിനി എമൗണ്ട് കണ്ടുപിടിച്ചാൽ മതി. മോള് കിട്ടിക്കഴിഞ്ഞു. മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് ഇൻറ്റു മോള് നമ്മൾ ചെയ്താൽ മതി. മോളാർ മാസ് ഇൻറ്റു മോൾ. അപ്പൊ ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. ടോട്ടൽ നമുക്ക് 6 കാർബൺ വരും, 3 ബ്രോമിൻ വരും, 1 നൈട്രജൻ വരും. ഹൈഡ്രജൻ എത്ര വരും? 1, 2, 3, 4 ഹൈഡ്രജൻ വരും.
ഇവരുടെ മോളാർ മാസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ മോളാർ മാസ് 6 കാർബൺ 12 × 6 72 പ്ലസ് ബ്രോമിൻ 3 ബ്രോമിൻ ആണ്. ഒരു ബ്രോമിൻ 80 ആണ്. അപ്പൊ 3 ബ്രോമിന് നമുക്ക് 240. ഒരു നൈട്രജൻ 14 4. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് എത്രയാ വരുന്നത്? 330. അപ്പൊ മോളാർ മാസ് കിട്ടിക്കഴിഞ്ഞു. മോളാർ മാസ് 330 gram per mol ആണ് ട്രൈ ബ്രോമോ അനിലിന്റെ മോളാർ മാസ്. സോ വാട്ട് ഈസ് ദി ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്റ്റ് ഡി? എങ്ങനെ കിട്ടുക? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. അപ്പൊ നമ്മളിത് ചെയ്യാ. 2 1 6 5 15 നമുക്ക് കിട്ടുന്ന എത്രയാ? 495 gram അല്ലേ കിട്ടുക? യെസ്. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. ഇന്റിജർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇതിലെ ഓർഗാനിക് അറിഞ്ഞ് നമ്മൾ ഫിസിക്കലിലെ ക്വസ്റ്റ്യൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് ദി ക്വസ്റ്റ്യൻ ക്ലിയർ? എമൗണ്ട് ഓഫ് ഡി ആണ് നമുക്ക് 495 gram ആണെന്ന് കിട്ടുന്നു. റെഡി. അടുത്ത ചോദ്യം, ഇൻ ഓർഡർ ടു ഓക്സിഡൈസ് എ മിക്സ്ചർ ഓഫ് 1 mol, നമ്മുടെ കയ്യിൽ 1 mol ആരൊക്കെയുള്ളത്? FeC2O4, Fe2C2O4 thrice, FeSO4, Fe2SO4 thrice. 1 mol ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഈ ഓരോ 1 mol സിസ്റ്റത്തിനെയും അസിഡിക് മീഡിയത്തിൽ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ എത്ര KMnO4 വേണം? ഇതാണ് ചോദ്യം. അപ്പൊ ഇതിനെ ഓരോന്നിന്റെയും കൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി എത്ര KMnO4 വേണം എന്നുള്ളത് പറയണം. ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നു. KMnO4 ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പൊ FeC2O4 എന്താക്കി മാറ്റും? Fe2+നെ Fe3+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. C2O4 2- CO2 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. മാംഗനീസ് Mn2+ ആയിട്ട് റിഡക്ഷൻ നടക്കും. ദീസ് ആർ ദി പ്രോഡക്ട്സ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്ന KMnO4ന്റെ ആക്ഷൻ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചിരിക്കുന്ന റിയാക്ഷൻസ് അറിഞ്ഞാൽ നമുക്കത് മോൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇക്വലന്റ് കോൺസെപ്റ്റ് വാലൻസി ഫാക്ടർ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ കണ്ടീഷൻ ഇത് മാത്രമേ ഉള്ളൂ. ഓരോന്നിന്റെയും വാലൻസി ഫാക്ടർ നമ്മൾ തിരിച്ചറിയാണ്. Fe2+, 3+ ആകുമ്പോഴേക്ക് 1 ഇലക്ട്രോണിന്റെ ചേഞ്ച് ഉണ്ട് അല്ലേ? ഞാനത് പുതിയൊരു പേജിൽ എടുത്ത് എഴുതാം, കാരണം ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. FeC2O4 Fe3+ഉം CO2 ആയിട്ട് മാറും. അതിന്റെ വാലൻസി ഫാക്ടർ അല്ലെങ്കിൽ N ഫാക്ടർ കണ്ടുപിടിക്കാം. N ഫാക്ടർ എന്താ? നമ്പർ ഓഫ് ചേഞ്ച് ഇൻ ഇലക്ട്രോൺസ് പെർ മോൾ ഓഫ് ദ സ്പീഷീസിനെയാണ് N ഫാക്ടർ എന്ന് പറയാ. ഇവിടെ Fe+2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിന്ന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. കാർബൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിന്ന് +4 മാറുമ്പോൾ 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഇവിടെ ടോട്ടൽ 2 കാർബൺ ഉണ്ട്. സോ കാർബണിന് ടോട്ടൽ സംഭവിച്ചിരിക്കുന്ന നഷ്ടം 2 ഇലക്ട്രോണിന്റെ ആണ്. Feക്ക് സംഭവിച്ചിരിക്കുന്ന നഷ്ടം 1 ഇലക്ട്രോണിന്റെ ആണ്. സോ 2 പേരും ഓക്സിഡേഷൻ നടന്നു. Fe2+ഉം കാർബണും ഓക്സിഡേഷൻ നടന്നു. അപ്പൊ റിസൾട്ടന്റ് എത്ര ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫർ ആണ് നടന്നിരിക്കുന്നത്? 3 ഇലക്ട്രോണുകളുടെ. സോ വാലൻസി ഫാക്ടർ ഓഫ് അയൺ ക്രോമൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. നമുക്കിതിന്റെ വാലൻസി ഫാക്ടർ കിട്ടി. റെഡി? ക്ലിയർ? ഇനി അടുത്തയാളെ നമുക്ക് തന്നിരിക്കുന്നത് FeSO4 ആണ്. FeSO4 എന്താ സംഭവിക്കുക? അത് Fe3+ ആയിട്ട് മാറും. സൾഫേറ്റിന് മാറ്റമൊന്നും വരുന്നില്ലല്ലോ. സൾഫേറ്റിന് ഓക്സിഡൈസ് ചെയ്യാൻ സാധിക്കില്ല. Fe2+ മാത്രമേ ഓക്സിഡൈസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ Fe2+ ഓക്സിഡൈസ് ചെയ്തപ്പോൾ +2 ഇരിക്കുന്ന Fe+3 ആയിട്ട് മാറി. 1 ഇലക്ട്രോണിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ അതിന്റെ വാലൻസി ഫാക്ടർ 1 ആണ്. And now you consider the next one. അതാരാ? Fe2SO4 thrice. Fe2SO4 thriceനെ ഞാൻ പരിഗണിക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ Fe3+ലാണ്, SO4 2- സൾഫറും അയണും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ളത്. ഫർദർ ഓക്സിഡേഷൻ ഈസ് നോട്ട് പോസിബിൾ വിത്ത് KMnO4, കാരണം ഓൾറെഡി 2 പേരും ഓക്സിഡൈസ്ഡ് ഫോമിലാണ് ഉള്ളത്. അപ്പൊ അതിന് റിയാക്ഷൻ സംഭവിക്കുന്നില്ല. പിന്നെ ആരാ മിസ്സായത്? യെസ്, Fe2C2O4 thrice. Fe2C2O4 thrice ഫെറിക് ഓക്സലേറ്റ് കൺസിഡർ ചെയ്താൽ Fe3+ ആയിട്ട് തന്നെ നിൽക്കും. Feക്ക് ഓക്സിഡേഷൻ നടക്കാൻ കഴിയുന്നില്ല. Fe3+ ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ നമുക്ക് വരുന്നത് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് നിൽക്കും. അപ്പൊ Feയിൽ മാറ്റമില്ല. പക്ഷെ കാർബൺ +3 +4 മാറുമ്പോൾ 1 ഇലക്ട്രോണിന്റെ ചേഞ്ച് സംഭവിച്ചു. ടോട്ടൽ നമ്മുടെ 1 മോൾ സ്പീഷീസിൽ 6 കാർബൺ ഉണ്ട്. അത് ശ്രദ്ധിക്കണേ. C2O4 thrice എന്ന് എഴുതുമ്പോൾ 6 കാർബൺ ആണ്. C2O4 thrice 3 2 6 6 കാർബണിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ 6 ഇലക്ട്രോണിന്റെ ചേഞ്ച് വരും. സോ ഹിയർ ദി വാലൻസി ഫാക്ടർ ഈസ് 6. 4 സ്പീഷീസുകളെ തന്നു. അതില് അയൺ,
ക്രോമൈറ്റിന് ചേഞ്ച് സംഭവിക്കും. ഓക്സലേറ്റിന്, ക്രോമൈറ്റ് അല്ല ഓക്സലേറ്റ്, നേരത്തെ ക്രോമൈറ്റ് എന്ന് പറഞ്ഞത് അല്ലെ. അയൺ ഓക്സലേറ്റിന് ഓക്സിഡേഷൻ നടന്നു, ഫെറിക് ഓക്സലേറ്റിന് ഓക്സിഡേഷൻ നടന്നു, ഫെറസ് സൾഫേറ്റിന് ഓക്സിഡേഷൻ നടന്നു. ഫെറിക് സൾഫേറ്റിന് ഒന്നും നടക്കില്ല, ഓൾറെഡി ഓക്സിഡൈസ്ഡ് അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ഈ 3 പേർക്കാണ് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. ആ 3 പേരുടെയും വാലൻസി ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന രീതി ശ്രദ്ധിച്ചേക്കണം. ബിക്കോസ് ദിസ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ഇക്വലൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് വാലൻസി ഫാക്ടർ, ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ. ബാലൻസിങ് ചെയ്തപ്പോൾ ഓർക്കുന്നുണ്ടോ, നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസിൽ നമ്മൾ ഹാഫ് റിയാക്ഷൻസിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളുടെ വാലൻസി ഫാക്ടർ, ഓക്സിഡൈസിങ് ഏജന്റിന്റെ വാലൻസി ഫാക്ടർ റെഡ്യൂസിങ് ഏജന്റിനും, റെഡ്യൂസിങ് ഏജന്റിൽ നിന്ന് കിട്ടുന്ന വാലൻസി ഫാക്ടർ ഓക്സിഡൈസിങ് ഏജന്റിനുമാണ് നമ്മൾ കൊടുക്കുക. ഡു യു റിമെമ്പർ? അപ്പൊ നമുക്കിനി ഇതില് KMnO4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയേ, ടോട്ടൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ പറയുന്ന 3 പേരെയും KMnO4 വെച്ച് റിയാക്ട് ചെയ്യാണ്. സോ ദി നമ്പർ ഓഫ് ഈക്വലൻസ് ഓഫ് KMnO4 റിക്വയർഡ് will be equal to the total number of equivalents of നമ്മൾ എടുത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? ഫെറസ് ഓക്സലേറ്റ്, ഫെറസ് സൾഫേറ്റ്, ഫെറിക് ഓക്സലേറ്റ്, ഇവരുടെയൊക്കെ ഈക്വലൻസ് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഈക്വലൻസ് നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷൻ അറിയാലോ. ഈക്വലൻസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു വാലൻസി ഫാക്ടർ. KMnO4ന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് KMnO4 ഇൻറ്റു അതിന്റെ വാലൻസി ഫാക്ടർ. KMnO4ന്റെ വാലൻസി ഫാക്ടർ എത്രയാ? ഈ റിയാക്ഷനിലെല്ലാം അസിഡിക് മീഡിയത്തിൽ DNF പഠിച്ചില്ലേടാ, അസിഡിക് മീഡിയത്തിൽ KMnO4 Mn2+ ആയിട്ടല്ലേ കൺവേർട്ട് ചെയ്യാ. എന്ന് പറഞ്ഞാൽ മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിന്ന് +2 കൺവേർട്ട് ചെയ്തത്. സോ ദാറ്റ് ദ ചേഞ്ച് ഈസ് 5 ഇലക്ട്രോൺ. ചേഞ്ച് സംഭവിച്ചിരിക്കുന്നത് 5 ഇലക്ട്രോണാണ്. എപ്പോഴും N ഫാക്ടർ അല്ലെങ്കിൽ വാലൻസി ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ 1 മോള് സ്പീഷീസിനുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. There are 5 electrons. So valency factor or N factor is 5 for KMnO4. അപ്പൊ ഈക്വലൻസ് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു വാലൻസി ഫാക്ടർ ആണ്. ഈക്വലൻസ് ഓഫ് KMnO4 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് KMnO4 ഇൻറ്റു അതിന്റെ വാലൻസി ഫാക്ടർ ഇസ് ഈക്വൽ ടു FeC2O4 കണ്ടുപിടിക്കാം. FeC2O4 കേസിൽ എത്രയാ? നമ്പർ ഓഫ് മോൾസ് എത്രയാ? 1 ആണ്. 1 മോളാണ് ഓരോരുത്തരും എടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ഇൻറ്റു അതിന്റെ വാലൻസി ഫാക്ടർ 3 അല്ലേ? യെസ്. പ്ലസ് ഫെറസ് സൾഫേറ്റിൽ 1 മോൾ ഇൻറ്റു അതിന്റെ വാലൻസി ഫാക്ടർ 1 ആണ്. പ്ലസ് ഫെറിക് ഓക്സലേറ്റില് 1 മോൾ ഇൻറ്റു വാലൻസി ഫാക്ടർ 6 ആണ്. സോ N ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 3 + 1 + 6 ആണ് നമുക്ക് കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു 10. N ഈസ് ഈക്വൽ ടു 2. Number of moles of KMnO4 required is 2 mole. എല്ലാത്തിനെയും ചെയ്യാൻ വേണ്ടി നമുക്ക് 2 മോൾ കിട്ടിയാൽ മതി. ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് ദി ഓപ്ഷൻ 1. അങ്ങനെ നമുക്ക് ഓപ്ഷൻ A കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇക്വലന്റ് കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് റിയാക്ഷൻസ് ചെയ്യാം. റിയാക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് റിയാക്ടൻസ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ഏജന്റുകൾ എടുക്കാം. ഒരു റിഡോക്സ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷനും റിഡക്ഷനും. ഓക്സിഡൈസിങ് ഏജന്റ് എത്ര ഇക്വലൻസ് ആണോ അത്ര തന്നെ ഇക്വലൻസ് റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് വേണം. അതുകൊണ്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ് KMnO4 ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ദ റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് പറയാൻ പറ്റുന്നത്. റെഡി? അടുത്ത ചോദ്യം നോക്കുക. 100 ml of a water sample contains 0.81 gram of calcium bicarbonate and 0.73 gram of magnesium bicarbonate. കാൽഷ്യം ബൈകാർബണേറ്റും മെഗ്നീഷ്യം ബൈകാർബണേറ്റ്സും ആണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാവുന്നത്. The hardness of this water sample is expressed in terms of equivalence of calcium carbonate. ഹാർഡ്നെസ്സിനെ നമ്മൾ കാൽഷ്യം കാർബണേറ്റ്, ഹാർഡ്നെസ്സിനെ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തേ? ഹാർഡ്നെസ് ഓഫ് എ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ദാറ്റ് ക്യാൻ ബി പ്രിസിപ്പിറ്റേറ്റഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലിലിറ്റർ ഇൻറ്റു 10�6 ആണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ppm നമുക്ക് ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ പറ്റുക. ദാറ്റ് ഈസ് ഹൗ യു വിൽ ഫൈൻഡ് ദി ഹാർഡ്നെസ്. മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ബൈ മാസ് ഓഫ് വാട്ടർ ഇൻറ്റു 10�6. ആ മാസ് ഓഫ് വാട്ടറിനെയാണ് വോളിയം ഓഫ് വാട്ടർ ഇൻ ml എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. റെഡി? ദിസ് ഈസ് ഹൗ ഹാർഡ്നെസ് ഷുഡ് ബി ഫൗണ്ട് ഇൻ ppm. അപ്പൊ ഇവിടെ നമുക്ക് ആ കാൽഷ്യം കാർബണേറ്റിന്റെ ടേമിൽ പറയണം. മോളാർ മാസ് ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റും മെഗ്നീഷ്യം ബൈകാർബണേറ്റും തന്നു. എനിവേ ഞാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കാൽഷ്യം ബൈകാർബണേറ്റ് ആണ്,
ഒരു കാൽഷ്യം കാർബണേറ്റ് precipitate ആയിട്ട് മാറുന്നത്. അപ്പൊ എനിക്ക് പറയാം നമ്പർ ഓഫ് ഇക്വലൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയാം. ബൈകാർബണേറ്റ് precipitate ആവുക. അതുപോലെ ഒരു മെഗ്നീഷ്യം ബൈകാർബണേറ്റിനെ ഒരു കാൽഷ്യം കാർബണേറ്റ് ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം, അസ്യൂം ചെയ്യണം, എന്നാലേ കാൽഷ്യം കാർബണേറ്റിന്റെ ടേമിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റ് എത്രയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റിനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽഷ്യം ബൈകാർബണേറ്റ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് മെഗ്നീഷ്യം ബൈകാർബണേറ്റ് എന്ന് എഴുതാം. കാൽഷ്യം ബൈകാർബണേറ്റിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടണമെങ്കിൽ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ബൈ മോളാർ മാസ് പ്ലസ് മെഗ്നീഷ്യം ബൈകാർബണേറ്റ് കിട്ടാൻ 0.73 മാസ് ഓഫ് മെഗ്നീഷ്യം ബൈകാർബണേറ്റ് ബൈ മോളാർ മാസ്. നമുക്കിത് എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് ഞാൻ 10⁻²² by 2 plus 10⁻² by 2. You get 10⁻² mole. ഇത്രയാണ് കാൽഷ്യം കാർബണേറ്റ് നമുക്ക് കിട്ടിയത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റിനെ കൺവേർട്ട് ചെയ്യാം. ഒരു മോൾ കാൽഷ്യം കാർബണേറ്റ് 100 ഗ്രാം ആണ് മോളാർ മാസ് വരിക. സോ 10⁻² മോൾ ഉണ്ടെങ്കിൽ ഇൻറ്റു 100 ചെയ്യുന്നു. യു ഗെറ്റ് 1 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. 1 ഗ്രാം കാൽഷ്യം കാർബണേറ്റ്. Now let us find ppm, which is equal to mass of calcium carbonate precipitated by volume of solution in ml into 10⁻⁶. It is 1 gram precipitated in 100 ml of a water sample into 10⁻⁶, where you get 10⁻⁴ ppm. 10⁻⁴ ppm ആണ് നമുക്ക് കിട്ടേണ്ടത്. യു ഗെറ്റ് ഓപ്ഷൻ ഡി. ഡി ആണ് നമുക്ക് അവിടെ ആൻസർ വരിക. റെഡി? അപ്പൊ ഹാർഡ്നെസിന്റെ ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നമ്മൾ കാൽഷ്യം ബൈകാർബണേറ്റിനെയും മെഗ്നീഷ്യം ബൈകാർബണേറ്റിനെയും കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. അതിനെ മാസ് ആക്കി ppm കണ്ടുപിടിച്ചു. റെഡി? See this, the oxidation number of phosphorus in barium hypophosphite BaH2PO2. നമുക്ക് തന്നിരിക്കുന്നത് BaH2PO2 ട്വൈസ് ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതില് ബേരിയം 2+ഉം H2PO2 മൈനസും ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം ക്രോസ് ഇന്റർചേഞ്ച്, വാലൻസി ക്രോസ് ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഫോർമുല എഴുതുക. H3PO2 മൈനസ് അല്ലെങ്കിൽ H3PO2 ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ച് +1 അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് X എന്ന് കൊടുത്താൽ മതി. ബേരിയം +2 ആണ്, ഹൈഡ്രജൻ +1 ആണ്, ഫോസ്ഫറസ് X ആണ്, ഓക്സിജൻ -2 ആണെന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓൺ സോൾവിങ് X യു ഗെറ്റ് 1. കേട്ടോ? നമുക്ക് 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അത് ഡയറക്റ്റ് ആണ്. കേട്ടോ? മതി ഷിഫ. നമുക്ക് മോൾ കോൺസെപ്റ്റിലും ഈക്വലൻസ് ഓഫ് റിയാക്ടന്റ് 1 ഈസ് ഈക്വൽ ടു അല്ലെ ഈക്വലൻസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് നമുക്ക് എഴുതാം. ഈക്വലൻസ് ഓഫ് റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു ഈക്വലൻസ് ഓഫ് പ്രോഡക്റ്റ്. The equivalent weight of MnSO4 is half of its molecular weight when it converts to. Equivalent weight of MnSO4 is half of its molecular weight when it converts to. Equivalent mass കണ്ടുപിടിക്കുന്നത് റിഡോക്സ് റിയാക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രിയിലും കണ്ടിട്ടുണ്ട്. ഫാരഡേസ് ലോ പറയുമ്പോൾ ഇക്വലന്റ് മാസ് ഈസ് മോളാർ മാസ് ബൈ വാലൻസി ഫാക്ടർ. അപ്പൊ ഈ ഒരു ഫോർമുലയിലേക്ക് വരണമെങ്കിൽ വാലൻസി ഫാക്ടർ ഷുഡ് ബി 2. വാലൻസി ഫാക്ടർ 2 ആയിരിക്കണം. വാലൻസി ഫാക്ടർ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ അല്ലേ? MnSO4 മാംഗനീസ് +2 അവസ്ഥയിലാണുള്ളത്. മാംഗനീസ് ഏത് ഫോമിൽ വരുമ്പോഴായിരിക്കും നമുക്കത് വാലൻസി ഫാക്ടർ 2 വരിക? മാംഗനീസ് +4 വരേണ്ടേ? എങ്കിലല്ലേ ഒരു മോൾ MnSO4 2 ഇലക്ട്രോൺ ചേഞ്ച് ഉണ്ടെന്നും അതിന്റെ വാലൻസി ഫാക്ടർ 2 എന്നും എഴുതാൻ പറ്റുള്ളൂ. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പെർ മോൾ ഓഫ് എ സ്പീഷീസ് ആണ് നമ്മുടെ വാലൻസി ഫാക്ടർ. അപ്പൊ മാംഗനീസ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വരണം എന്നതാണ് കൺക്ലൂഷൻ. ഒന്നാമത്തതിൽ മാംഗനീസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, രണ്ടാമത്തത് +4, +7 ആൻഡ് +6. വാട്ട് ഈസ് യുവർ ആൻസർ? നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? ബി ഈസ് യുവർ ആൻസർ. Which of the graphs shown below does not represent the relationship between incident light and the electron ejected from a metal surface? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാവുന്ന കാര്യം, ഒരു മെറ്റൽ എടുത്തു,
ഈ മെറ്റലിലേക്ക് നമ്മൾ മിനിമം എനർജി ത്രെഷോൾഡ് എനർജിയോ അതിൽ കൂടുതലോ കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് കൂടുതൽ എനർജി കൊടുത്താൽ കൂടുതൽ സ്പീഡിൽ ഇലക്ട്രോൺ പോകുന്നത് കാണാം. പക്ഷെ ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കൂടുതലായിരിക്കണം. ഒന്നാമത്തത് നോക്കുന്നു, കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് പ്രൊപ്പോർഷണൽ ടു എനർജി ഓഫ് ലൈറ്റ്. പക്ഷെ എനർജി 0 ആണെങ്കിൽ കൈനറ്റിക് എനർജി 0 അല്ല. ഒരു മിനിമം എനർജിക്ക് ശേഷം എത്ര എനർജി കൂട്ടുന്നുണ്ടോ അതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും. ഈസ് ദാറ്റ് ട്രൂ? യെസ്. ഇത് ത്രെഷോൾഡ് എനർജിയാ സൂചിപ്പിച്ചത്. ത്രെഷോൾഡ് എനർജിക്ക് ശേഷം കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എനർജി ഓഫ് ലൈറ്റ്. ദാറ്റ് ഈസ് കറക്റ്റ്. രണ്ടാമത്തത് നോക്കുന്നു, കൈനറ്റിക് എനർജി വേഴ്സസ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി ഹാസ് നത്തിങ് ടു ഡു വിത്ത് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി വിൽ ബി ഓൾവേസ് സെയിം. ഇന്റൻസിറ്റി ബാധിക്കുന്നത് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസിനെ മാത്രമാണ്, കൈനറ്റിക് എനർജി അല്ല. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. മൂന്നാമത്തത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. ഫ്രീക്വൻസി നോക്കിയേ, മിനിമം ഫ്രീക്വൻസി ആവശ്യമുണ്ട്. ഫ്രീക്വൻസി 0 ആണെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ടാവുകയില്ല. അപ്പൊ എന്റെ കയ്യിൽ ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് ശേഷം ഞാൻ ഫ്രീക്വൻസി കൂട്ടിയാല് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമോ? ഇല്ല. എന്തുകൊണ്ടാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടാത്തത്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇന്റൻസിറ്റി ആണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നില്ല. നമ്മൾ പെട്ടെന്ന് സി എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഡി നോക്കിയേ, കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി 0 ആണെങ്കിൽ അല്ലെ, കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുന്നത് ഏതിനു ശേഷം മാത്രം? ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിനെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഡി എന്നത് ശരിയല്ല? ഡസ് നോട്ട് റെപ്രസെന്റ് ചെയ്യാത്തത് ഡി ആണ്. അതിന്റെ കാരണം ക്ലിയർ ആണോ? നോക്കിയേ, ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് ശേഷമല്ലേ കൈനറ്റിക് എനർജി കാണാൻ പറ്റുള്ളൂ. മിനിമം എനർജി ത്രെഷോൾഡ് എനർജിയെക്കാളും കൂടുതൽ കൊടുത്താലേ നിങ്ങൾക്ക് സ്പീഡായിട്ട് കാണാൻ സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് 0 ആയിരുന്നില്ല ടച്ച് ചെയ്യേണ്ടത്. ദർ ഷുഡ് ബി ആൻ ഇന്റർസെപ്റ്റ് ഓൺ ദിസ് എക്സ് ആക്സിസ്. ഡി ആണ് കറക്റ്റ് റെപ്രസെന്റേഷൻ വരാത്തത്. ക്ലിയർ ആണല്ലോ? വാട്ട് ഈസ് ദി വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ ഇഫ് ദ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത്. നമ്മൾ വേവ് ലെങ്ത് കൊടുത്തു. വേവ് ലെങ്ത് 4000 ആങ്സ്ട്രോം കൊടുത്ത സമയത്ത് ഇറ്റ് ജനറേറ്റ്സ് എ ഫോട്ടോ ഇലക്ട്രോൺ ഓഫ് വെലോസിറ്റി 6 × 10⁵. വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാ നമ്മൾ വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആണ്. സോ വർക്ക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി മൈനസ് കൈനറ്റിക് എനർജി എന്ന് ചെയ്യാം. ഇലക്ട്രോൺ വോൾട്ടിനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാദ്യം ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. എനർജി എങ്ങനെയാ ടോട്ടൽ എനർജി കണ്ടുപിടിക്കുക? E ഈസ് ഈക്വൽ ടു hc/λ. HCയെ 2 × 10⁻25 എന്ന് എഴുതാം. H × C ചെയ്യുമ്പോൾ SI യൂണിറ്റിൽ 2 × 10⁻25 ബൈ ലാംഡ. 4000 ആങ്സ്ട്രോം 4 × 10⁻7 മീറ്ററിലാണ് വരിക. അപ്പൊ 1/2 × 10⁻18 അഥവാ 5 × 10⁻19 ജൂൾ എന്ന് എഴുതാം. ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു. ഇനി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണ്ടേ? കൈനറ്റിക് എനർജി ½ mv² കൊടുക്കണം. ഹാഫ് ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോണിന് നമ്മൾ 9 × 10⁻31 കിലോഗ്രാം ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ല, വെലോസിറ്റി ഓഫ് പാർട്ടിക്കിളാ വേണ്ടേ? ഇലക്ട്രോൺ അല്ലേ? ഇലക്ട്രോണിന്റെ വെലോസിറ്റി സ്ക്വയർ 6636 10⁵ 10⁻10 ഇത്രയും ജൂളാ വരിക. അപ്പൊ 236 18 പ്രാവശ്യമാണ്. 18 × 9 അറൌണ്ട് എത്ര വരും? 160 162 ഒക്കെ വരും അല്ലേ? റെഡി. ഇൻറ്റു 10⁻21 ആണ്, വിച്ച് ഈസ് 1.62 × 10⁻19 ജൂൾ എന്ന് എഴുതാം. രണ്ടും ഒരേ പവറിൽ കിട്ടിക്കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്, വിച്ച് ഈസ് ടോട്ടൽ എനർജി മൈനസ് കൈനറ്റിക് എനർജി. അപ്പൊ എനിക്ക് 5 × 10⁻19 ജൂൾ മൈനസ് 1.62 × 10⁻19 ജൂൾ ഞാൻ ചെയ്യുന്നു. 10⁻19 ജൂൾ കോമൺ ആണ്. 5 ന്ന് 1.62 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 3.38 3.4 അപ്രോക്സിമേറ്റ്ലി വരും. ഇത്രയും ജൂളാണ്. പക്ഷെ എനിക്ക് ഇലക്ട്രോൺ വോൾട്ട് കിട്ടേണ്ടത് കൊണ്ട് അവസാനം ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിവൈഡഡ് ബൈ 1.6 × 10⁻19 ജൂൾ ഒരു ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? അപ്പൊ ഇത് ചെയ്താൽ ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഏകദേശം 2 വരും. 2 ഇലക്ട്രോൺ വോൾട്ട്. യുവർ ആൻസർ വിൽ ബി ബി. ഡയറക്റ്റ് കാൽക്കുലേഷൻ മാത്രമേ നമുക്ക് അതിൽ ചെയ്യാനുള്ളൂ. യുവർ ആൻസർ വിൽ ബി ബി. ഈസി. സോ ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു ലാംഡ തന്നതിൽ നിന്ന്. കൈനറ്റിക് എനർജി ½ mv² വെച്ചിട്ട് കണ്ടു. രണ്ടും ജൂളിലാണ്. ത്രെഷോൾഡ് എനർജി നമ്മൾ ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ ജൂളിലാണ് കിട്ടുക. അതിന് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈസി.
അടുത്ത നോക്കുക, ലാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നത് എളുപ്പം, ഓരോ തവണയും കൺവേർട്ട് ചെയ്യണമെന്നില്ല. നെക്സ്റ്റ്, which of the following combination of statements is true regarding interpretation of the atomic orbitals? ശരിയായത് കണ്ടുപിടിക്കണം. റെഡി. ഒന്നാമത്തത് ട്രൂ ആണോ? An electron in an orbital of high angular momentum stays away from the nucleus than an electron of orbital with lower angular momentum. ആംഗുലാർ മൊമെന്റം കുറവുള്ളത് ന്യൂക്ലിയസിന് അടുത്തായിട്ടും ആംഗുലാർ മൊമെന്റം കൂടുതലുള്ളത് ന്യൂക്ലിയസിൽ നിന്ന് ദൂരെ, സ്റ്റേ അവേ, ന്യൂക്ലിയസിൽ നിന്ന് ദൂരെയുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആലോചിച്ചു, ആംഗുലാർ മൊമെന്റം MVR ഈസ് ഈക്വൽ ടു NH/2π ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, N കൂടുമ്പോ ആംഗുലാർ മൊമെന്റം കൂടും. ശരിയാ? MVR ആണല്ലോ ആംഗുലാർ മൊമെന്റ്. അപ്പൊ N കൂടുന്നതിനനുസരിച്ച് ആംഗുലാർ മൊമെന്റം കൂടും. N കൂടുതലാണെങ്കിൽ അവര് ദൂരെയാ അല്ലെ? N കൂടുന്നതിനനുസരിച്ച്, N കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്, ഫോർത്ത് ഷെല്ല്, ഫിഫ്ത്ത് ഷെല്ലൊക്കെ. അപ്പൊ N കൂടുന്നതിനനുസരിച്ച് അവർ ന്യൂക്ലിയസിൽ നിന്നും ദൂരെയാണ്, ആംഗുലാർ മൊമെന്റം കൂടുന്നു. ദാറ്റ് ഈസ് കറക്റ്റ്. 1 കറക്റ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കണം. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തന്നാൽ സൈസ് ഓഫ് ഓർബിറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അസിമുതൽ ക്വാണ്ടം നമ്പർ. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N തന്നെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ N ഈസ് ഈക്വൽ ടു 2 അല്ലെ, എല്ലാം വരുന്നത് N ഈസ് ഈക്വൽ ടു 4. N ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ Lന്റെ വാല്യൂസ് നമുക്കറിയാം 0, 1, 2, 3 ഒക്കെ പോസിബിൾ ആണ്. അതായത് 4s, 4p, 4d, 4f ഇതൊക്കെ നമുക്ക് പോസിബിൾ ആണ്. So for a given value of principal quantum number, the size of orbit is inversely related to the azimuthal quantum number. ഇപ്പൊ നിങ്ങൾ ഇതിൽ 4s, 4p, 4d എടുത്തു കഴിഞ്ഞാൽ, 4d, 4f ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈസ് കൂടുകയല്ലേ ചെയ്യുക? See, here size is directly proportional to L, right? S ഉം P ഉം D ഉം എടുത്തു കഴിഞ്ഞാൽ D കുറച്ചുകൂടി ഡിഫ്യൂസ്ഡ് ആ, F നല്ലോണം ഡിഫ്യൂസ്ഡ് ആണ്. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ദാറ്റ് ഈസ് റോങ്. അടുത്ത നോക്കാം. അടുത്ത എന്താ പറഞ്ഞത്? അക്കോർഡിംഗ് ടു വേവ് മെക്കാനിക്സ്. വേവ് മെക്കാനിക്സ് നമ്മുടെ ഷ്രോഡിഞ്ചർ മെക്കാനിക്സ്. ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു h/2π. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു h/2π നമ്മുടെ ബോർ കോൺസെപ്റ്റ് പ്രകാരമാണ് പറഞ്ഞത്. വേവ് മെക്കാനിക്കൽ മോഡലിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കണം അല്ലെ? ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ Nന്റെ വാല്യൂ 1 ആണ്. ബോർ മോഡൽ പ്രകാരം Nന് 1 കൊടുത്ത h/2π ഓക്കെ ആണ്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം സൂചിപ്പിക്കണം. വൈ? N ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ Lന്റെ വാല്യൂ 0 അല്ലേ? അപ്പൊ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം നമുക്ക് എത്രയാ വരുക? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം റൂട്ട് ഓഫ് L ഇൻറ്റു L പ്ലസ് 1 h/2π ആ. റൂട്ട് ഓഫ് L ഇൻറ്റു L പ്ലസ് 1 h/2π ആണ്. L 0 ആണെങ്കിൽ ഈ വാല്യൂ 0 ആയില്ലേ? സോ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം അക്കോർഡിംഗ് ടു വേവ് മെക്കാനിക്സ് ഇറ്റ് ഈസ് 0. ബോർ മോഡൽ പ്രകാരം ശരിയായേക്കാം. റെഡി. അടുത്തത്, ദി പ്ലോട്ട് ഓഫ് psi versus R for various azimuthal quantum numbers shows peak shifting towards the higher R value. Psi versus R എടുത്തു കഴിഞ്ഞാൽ azimuthal quantum number അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നെയാ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞു സൈസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. L കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ പീക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കറക്റ്റ്. 1 ഉം 4 ആണ് അതിൽ കറക്റ്റ് ആവുക. യു ഗെറ്റ് ആൻസർ D. സി, അതിൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇത്രയേ സൂചിപ്പിക്കുന്നുള്ളൂ. ഞാൻ സൈ വേഴ്സസ് R ചെയ്യുന്നു. 1s നമ്മൾ വരച്ചു, ലെറ്റ് us say. ഇനി ഞാൻ 2s ആണ് വരക്കുന്നത് അല്ലെങ്കിൽ 2p ആണ് വരക്കുന്നതെങ്കിൽ ഇതിന്റെ പീക്ക് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. പീക്ക് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. സോ ഹയർ R വാല്യൂയിലേക്ക് അസിമുതൽ ക്വാണ്ടം നമ്പർ മാറുന്നതിനനുസരിച്ച് S/P/D ഒക്കെ എടുക്കുമ്പോൾ 1s, 2p, 3d ഇങ്ങനെ വേരിയസ് അസിമുതൽ ക്വാണ്ടം നമ്പേഴ്സ് എടുക്കുമ്പോൾ അസിമുതൽ ക്വാണ്ടം നമ്പർ കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്, അവരുടെ സൈസ് കൂടുന്നുണ്ട്. അതല്ലേ സെക്കൻഡിലും പറഞ്ഞേ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. ഇൻവേഴ്സ്ലി എന്ന് പറഞ്ഞത് കൊണ്ട് അത് തെറ്റെന്ന് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ 1 and 4 ആർ കറക്റ്റ് ആൻസേഴ്സ്. അടുത്ത് നോക്കിയത് കൈനറ്റിക് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം.
കൈനറ്റിക് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം നമുക്ക് പറയണം. h² ഒക്കെ വരുന്നതാണ് പറയേണ്ടത്. അപ്പൊ കൈനറ്റിക് എനർജി ആണ് ഹാഫ് mv² വെച്ച് നമുക്ക് പറയാം. കൈനറ്റിക് എനർജി ഈസ് ഹാഫ് mv². v എന്ന് പറയുന്നത് എന്തായിരുന്നു? mvr ഈസ് ഈക്വൽ ടു nh/2π ആണ്. അതുകൊണ്ട് v യെ നമുക്ക് nh/2πmr എന്ന് നമ്മൾ പഠിച്ചു. സോ v²നെ n²h²4π²mr² എന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഞാൻ അതിനെ ആദ്യത്തെ സ്റ്റെപ്പിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു v², n²h²4π²mr². അപ്പൊ ഒരു m ഒക്കെ അവിടെ പോകുന്നുണ്ട്. റെഡി? m² ഉണ്ടല്ലോ ഇവിടെ. യെസ്, ഒരു m ബാക്കി ഉണ്ടാവും. സോ ദാറ്റ് ഈസ് n²h²8π²mr² ആണ് കൈനറ്റിക് എനർജി നമുക്ക് കിട്ടിയത്. കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞു. ഇനി ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എന്ന്. കാരണം നമുക്ക് a0 പറയണമല്ലോ. r ഈസ് ഈക്വൽ ടു r0 അല്ലെങ്കിൽ a0 n²/z ആണ്. അപ്പൊ ആറിന്റെ വാല്യൂന് പകരം നിങ്ങൾ a0 n²/z കൊടുത്ത n² അവിടെ ഓൾറെഡി ക്യാൻസൽ ആയിക്കോളും. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു h²/8π²ma0² എന്ന് നമുക്ക് അല്ലേ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? ഞാൻ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞോ? ആറാണ് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. r² എടുക്കുമ്പോൾ a0² എന്തായാലും വരണം. n⁴/z². അപ്പൊ ഇവിടെ z² n⁴ a0² ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു n² ബാക്കി വരുന്നുണ്ട്. റെഡി? സെക്കൻഡ് ബോർ ഓർബിറ്റ് ആണ്. അപ്പൊ n-ന് നമ്മൾ 2 എന്ന് കൊടുക്കണം. എന്തായിരിക്കും കിട്ടുക? n². അപ്പൊ 4 ആണ്. ഒരു 4×32. സോ h²/32π²ma0². ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. യു ഗെറ്റ് 3. കൈനറ്റിക് എനർജിയിൽ എപ്പോഴും 32 സെക്കൻഡ് ബോർ ഓർബിറ്റ് ആയതുകൊണ്ടാണ് 32π²ma0² എന്ന് നമുക്ക് വന്നിരിക്കുന്നത്. റെഡി? ദ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഇൻ 3s and 2p റെസ്പെക്റ്റീവ്ലി. നോഡ് രണ്ട് തരത്തിലുണ്ട്, റേഡിയൽ നോഡും ആംഗുലർ നോഡും. റേഡിയൽ നോഡ് കണ്ടുപിടിക്കാൻ n-l-1ഉം ആംഗുലർ നോഡ് കണ്ടുപിടിക്കാൻ l-ഉമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ 3s എടുത്ത സ്ഥിതിക്ക് 3sൽ n-ന്റെ വാല്യൂ എത്രയാ? 3. s ഓർബിറ്റൽ ആണെങ്കിൽ l-ന്റെ വാല്യൂ 0. സോ യു ഗെറ്റ് 2. 2p ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ n-ന്റെ വാല്യൂ 2, l-ന്റെ വാല്യൂ 1 - 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 2 0 അല്ലേ കിട്ടുക? യുവർ ആൻസർ വിൽ ബി A. നമുക്ക് കിട്ടുന്നത് 2 0 ആണ്. ഈസി. ഇത് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ്. കഴിഞ്ഞ ലാസ്റ്റ് ഇയർ 2022 നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. റീഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആസ് പെർ ദ ഡിറക്ഷൻ. അസർഷൻ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ്. സ്റ്റേറ്റ്മെന്റ് 1, the first ionization energy of beryllium is greater than that of boron. ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ബെറിലിയം ബോറോണും എടുത്തു. അയോണൈസേഷൻ എൻതാൽപ്പീസ് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അത് പറയാം. ഒന്ന് സൈസ്, രണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്തടുത്ത് വരുന്ന നെയ്ബറിംഗ് ആയിരിക്കുന്ന എലിമെന്റ്സിനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബെറിലിയം 1s2 2s2 ആണ്. ബോറോൺ 2s2 2p1 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കുറച്ചുകൂടി സ്റ്റേബിൾ ആയതുകൊണ്ട് ഇവിടെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് ബെറിലിയത്തിന്റെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. ദി ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബെറിലിയം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി. കറക്റ്റാ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റീസൺ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 എന്താ? 2p ഓർബിറ്റൽ ഈസ് ലോവർ ഇൻ എനർജി ദാൻ 2s. ഓഫ് ബോ പ്രിൻസിപ്പിൾ പ്രകാരം 1s-നേക്കാളും എനർജി കൂടുതലാണ് 2s, 2s-നേക്കാളും എനർജി കൂടുതലാണ് 2p. 2pയുടെ എനർജി ലോവർ എന്ന് പറയുന്നത് തെറ്റാ. 2pയുടെ എനർജി കൂടുതൽ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. അങ്ങനെ ഒരു ആൻസർ സി ഉണ്ട്. നമുക്ക് സി കാണാൻ പറ്റി. യെസ്. ദ കറക്റ്റ് ഓർഡർ ഓഫ് അറ്റോമിക് റേഡിയേ. അറ്റോമിക് റേഡിയ പറയണം. ഈസിയാണ്. കാർബൺ, സീഷ്യം, അലൂമിനിയം ആൻഡ് സൾഫർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കാർബൺ, സീഷ്യം, അലൂമിനിയം ആൻഡ് സൾഫർ. നിങ്ങൾ നോക്ക്, കാർബൺ 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാ കാർബൺ. അലൂമിനിയം ആണെങ്കിലോ 13ാമത്തെ ഗ്രൂപ്പിലാണ്, ബോറോൺ, അലൂമിനിയം. സൾഫർ ആണെങ്കിൽ 15ാമത്തെ ഗ്രൂപ്പിലാ, ഓക്സിജൻ, സൾഫർ. ഫസ്റ്റ് ഗ്രൂപ്പിലാണ് നമുക്ക് അല്ലെ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം നമുക്ക് വരിക.
അപ്പൊ തന്നിരിക്കുന്നത് സീഷ്യം തന്നു, കാർബൺ തന്നു, അലൂമിനിയം തന്നു, സൾഫർ തന്നു. ഈ 4 ആൾക്കാരെയാണ് തന്നിരിക്കുന്നത്. സൈസ് എന്നിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പീരീഡ് കൂടുമ്പോൾ സൈസ് കൂടും, ഉറപ്പാ. അതുകൊണ്ട് ഏറ്റവും വലുത് നമുക്ക് വരേണ്ടത് ഏതാ? നമ്മുടെ 6ാമത്തെ പീരീഡിൽ വരുന്ന സീഷ്യാണ് ഏറ്റവും കൂടുതൽ വരിക, കാരണം അത് 6ാമത്തെ പീരീഡാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് നമ്മുടെ 3ാമത്തെ പീരീഡിൽ വരുന്ന ആൾക്കാരാണ്. 3ാമത്തെ പീരീഡിൽ അലൂമിനിയം സൾഫറും ഉണ്ട്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ സൈസ് കുറയാ ചെയ്യുക. അപ്പൊ അലൂമിനിയത്തിനല്ലേ സൈസ് കൂടുതൽ, അത് കഴിഞ്ഞു സൾഫർ അല്ലേ, അത് കഴിഞ്ഞല്ലേ കാർബൺ വരുള്ളൂ. വെരി സിമ്പിൾ. സോ ഹിയർ N ഈസ് ഈക്വൽ ടു 6th പീരീഡ് ആണ്. ഈ 2 ആൾക്കാര് 3rd പീരീഡ് ആണ്, കാർബൺ 2nd പീരീഡ് ആണ്. എപ്പോഴും എന്നിന്റെ വാല്യൂ കൂടുമ്പോൾ സൈസ് കൂടുക ചെയ്യാം. അങ്ങനെ വന്നാൽ കാർബൺ ഏറ്റവും കുറവ്, സീഷി ഏറ്റവും കൂടുതൽ വരുന്ന ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് വരും. In general, the properties that decrease and increase down the group in a periodic table. Periodic table താഴേക്ക് വരുമ്പോ ഏത് പ്രോപ്പർട്ടിയാണ് കുറയുന്നത്, ഏത് പ്രോപ്പർട്ടിയാണ് കൂടുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി. താഴേക്ക് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടും, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും. സോ ആദ്യം കൊടുത്തിരിക്കുന്നത് കുറഞ്ഞു, ശരിയാണ്. അറ്റോമിക് റേഡിയസ് താഴേക്ക് വരുമ്പോൾ ഷെല്ലിന്റെ എണ്ണം കൂടും, അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. സോ യുവർ ആൻസർ വിൽ ബി എ ഇറ്റ്സെൽഫ്. എ തന്നെയാണ്. ബാക്കിയുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇപ്പൊ ചെയ്യേണ്ടതില്ലല്ലോ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി താഴേക്ക് വരുന്നതിനനുസരിച്ച് കുറയുക ചെയ്യുക, നമുക്ക് കൂടണം. ദി അയോണിക് റേഡിയ ഓഫ് N3 - O2 - F-. N3 - O2 - F- എല്ലാം 10 വീതം ഇലക്ട്രോണുകളാ. നൈട്രോജന്റെ അറ്റോമിക് നമ്പർ 7, N3- എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ വാങ്ങി 10 ഇലക്ട്രോൺ ആയി. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 2 വാങ്ങി 10 ഇലക്ട്രോൺ ആയി. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 1 വാങ്ങി 10 ഇലക്ട്രോൺ ആയി. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ് തന്നിരിക്കുന്നത്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ സൈസ് എങ്ങനെയാ? നെഗറ്റീവ് ചാർജ് കൂടുമ്പോൾ സൈസ് കൂടുകയും പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ സൈസ് കുറയുകയും ചെയ്യും. സോ ഇവിടെ സൈസ് നമുക്ക് നെഗറ്റീവ് ചാർജ് കൂടുതലുള്ള നൈട്രൈഡിനായിരിക്കണം ഏറ്റവും കൂടുതൽ സൈസ് വരിക. അപ്പൊ ഏറ്റവും കൂടുതൽ നൈട്രൈഡ്, അപ്പൊ അതേ ഓർഡർ ആണ് അല്ലേ? യു ആർ ഗെറ്റിംഗ് സി റൈറ്റ്. 1.71, 1.40, 1.36. സി ആണ് നമുക്ക് കിട്ടുക. The first ionization potential of sodium, magnesium, aluminum and silicon are in the order. Ionization enthalpyയുടെ ഓർഡർ പറയണം. സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നു. മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ 11, തൊട്ടടുത്ത് മെഗ്നീഷ്യം, തൊട്ടടുത്ത് അലൂമിനിയം, തൊട്ടടുത്ത് സിലിക്കൺ. ഒരേ പീരീഡിൽ വരുന്ന അടുത്തടുത്ത് വരുന്ന ആൾക്കാരെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ 2 രീതിയിലാണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ സൈസ് കുറയും, സൈസ് കുറയുമ്പോൾ അയോണൈസേഷൻ എന്താൽപി കൂടണം. ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. സോഡിയം 2s 3s1 ആ, പക്ഷെ മെഗ്നീഷ്യം 3s2 ആ. അലൂമിനിയം 3s2 3p1 ആണ്. സിലിക്കൺ 3s2 3p2 ആണ്. ഇതിൽ സ്റ്റേബിൾ കോൺഫിഗറേഷൻ മെഗ്നീഷ്യത്തിന് കാണുന്നുണ്ട്. സോ സോഡിയവും മെഗ്നീഷ്യവും എടുത്തു കഴിഞ്ഞാൽ മെഗ്നീഷ്യത്തിന് അയോണൈസേഷൻ എന്താൽപി കൂടുതലാണ്, സംശയമില്ല. മെഗ്നീഷ്യം അലൂമിനിയം എടുക്കുമ്പോഴും മെഗ്നീഷ്യത്തിനാ കൂടുതൽ. കാരണം എന്താ? സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന ഒരു എലിമെന്റിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളെക്കാളും കൂടുതലാ. അത് കഴിഞ്ഞിട്ടുള്ളവരെ കമ്പയർ ചെയ്യണ്ട. നിയറസ്റ്റ് ആയിരിക്കുന്ന ആളെക്കാളും കൂടുതലാണ്. അലൂമിനിയത്തിനേക്കാളും കൂടുതലാണ് സിലിക്കൺ. അപ്പൊ സോഡിയത്തെക്കാളും കൂടുതൽ. എ അല്ലേ ആൻസർ? എ. യുവർ ആൻസർ ഈസ് എ. ശരിക്കും ഓർഡർ എഴുതുമ്പോ എങ്ങനെയാ? സോഡിയം ഏറ്റവും കുറവ്, അത് കഴിഞ്ഞ് അലൂമിനിയം എഴുതണം, കാരണം അലൂമിനിയത്തിനേക്കാളും കൂടുതൽ മെഗ്നീഷ്യത്തിന് വരും. ദാറ്റ് ഈസ് ഹൗ യു വിൽ റൈറ്റ് ദി ഓർഡർ. റെഡി? ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദി ഫോളോയിങ് എലിമെന്റ്സ് ഇൻക്രീസസ് ഇൻ ദി ഓർഡർ. ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ ഫോൺ കോൾ ബ്രോസ്കി എന്ന് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ദി ഓർഡർ. ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രോജൻ, ക്ലോറിൻ, ബ്രോമിൻ, സൾഫർ, കാർബൺ ആൻഡ് അയോഡിൻ. ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്ന രീതിയിൽ എഴുതണം. ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഫ്ലൂറിൻ വരണം. ഫ്ലൂറിൻ ഉള്ള സിസ്റ്റം ഒന്നിലും ഇല്ല, ഓക്സിജനും ഇല്ല. പിന്നെ ഉള്ളത് നൈട്രജൻ ആണ്. നൈട്രജൻ ഏറ്റവും ഹയസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഓപ്ഷൻ സിയിൽ മാത്രമല്ലേ? ശരിയാ. ഇതല്ലാതെ നിങ്ങൾക്ക് ആലോചിക്കാം. കാർബൺ, സിലിക്കൺ, നൈട്രജൻ, ഫോസ്ഫറസ്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആള്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും, താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും. അപ്പൊ സിലിക്കണിനും ഫോസ്ഫറസിനും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാ. കാർബണിനും നൈട്രജനുമാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക. അതിൽ തന്നെ നൈട്രജൻ ഏറ്റവും കൂടുതൽ വരും. വെരി ഈസി, വെരി ഈസി. The number of type of bonds between 2 carbon atoms in CaC2.
കാൽഷ്യം കാർബൈഡിലുള്ള കാർബൺ കാർബൺ ബോണ്ടുകളുടെ അവസ്ഥയാണ് ചോദിച്ചത്. കാൽഷ്യം 2+ ആണ്, C2 2-. അതല്ലേ കാൽഷ്യം കാർബൈഡിന്റെ അയോണിക് ഫോം. എസ് ബ്ലോക്ക് ആയി വരും. അയോണിക് ഫോമിൽ ഇങ്ങനെ എഴുതാം. C2 2- എന്ന് പറയുമ്പോ ഒരു കാർബണിൽ 6 ഇലക്ട്രോൺ, 2 കാർബണിൽ 12 ഇലക്ട്രോൺ, 2-, 2 ഇലക്ട്രോൺ എക്സ്ട്രാ വന്ന 14 ഇലക്ട്രോൺ. സോ ദിസ് ഈസ് സിമിലർ ടു നൈട്രജൻ. നൈട്രജനിൽ N ട്രിപ്പിൾ ബോണ്ട് എങ്ങനെയായിരുന്നു? ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും. സോ ദാറ്റ് വിൽ ബി സെയിം 1 സിഗ്മ ആൻഡ് 2 പൈ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് C2 മാത്രമായിരുന്നുവെങ്കിൽ, C2 മാത്രമാണെങ്കിൽ 12 ഇലക്ട്രോണേ ഉള്ളൂ. ബോണ്ട് ഓർഡർ 2 ആ. മാത്രമല്ല ഇവിടെ ബോണ്ട് ഓർഡറിന് കാരണം പൈ ആണ്. പൈ 2px-ലും പൈ 2py-ലും 2 വീത ഇലക്ട്രോൺ വന്നോണ്ടാ ബോണ്ട് ഓർഡർ 2 ആയി. സോ 2 ബോണ്ടുകളും പൈ ബോണ്ടാ C2-ല്. C2-ല് എമ്മോട്ടി വരക്കുമ്പോ അതാ കിട്ടുക. ആ കാര്യം ക്ലിയർ ആവണം. C2-ല് 2 പൈ ബോണ്ടുകളാണ്. C2 2-ലാണ് 2 പൈ ബോണ്ടും ഒരു സിഗ്മ ബോണ്ട് കൂടി വന്നിരിക്കുന്നത്. The molecule which has zero dipole moment, ഒറ്റയടിക്ക് പറയാം, സീറോ ഡൈപോൾ മൊമെന്റ് ഏതിലാണ്? സീറോ ഡൈപോൾ മൊമെന്റ് കിട്ടാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കിട്ടിയിരിക്കുന്നത് സിമെട്രിക്കൽ മോളിക്യൂൾ ആയിരിക്കണം എന്നുള്ളതാണ്. സിമെട്രി ഉണ്ടായിരിക്കണം, സറൗണ്ടിങ് ആറ്റംസ് സെയിം ആയിരിക്കണം. സോ BF3 കാണിച്ചാൽ സിമെട്രിക് ആണ്, എല്ലാ ആൾക്കാരും കൂടി ക്യാൻസൽ ആയിക്കോളും. ഫ്ലൂറിൻ ആൻഡ് ഡൈപോൾ മൊമെന്റ് വിൽ ബി 0. വെരി ഈസി. CH-Cl2ന്റെ സ്ട്രക്ചേഴ്സ് നോക്കിയ ക്യാൻസലേഷൻ നടക്കില്ല, കാരണം ഈക്വൽ പവറുള്ള ആൾക്കാരല്ല അവിടെയുള്ളേ. NF3-ൽ അതില് ലോൺ പെയർ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ക്യാൻസൽ ആവാൻ കഴിയില്ല. ClO2 കൺസിഡർ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ ലോൺ പെയറുകളെ കാണാൻ വേണ്ടി സാധിക്കും. സോ ഈസി ആയിട്ട് B എന്ന് പറയാം. Arrange the following compounds in the increasing order of dipole moment. ഡൈപോൾ മൊമെന്റ് കൂടി വരുന്ന രീതിയിൽ എഴുതണം. ഒന്നാമത്തെ ആള് ടൊളുവീൻ. എപ്പോഴും പേരുകൾ തന്നാൽ നിങ്ങൾ ആദ്യം സ്ട്രക്ചർ വരച്ചു നോക്കണേ. ടൊളുവീനാണ്. അടുത്തത് മെറ്റാ ഡൈക്ലോറോബെൻസീൻ. മെറ്റാ ഡൈക്ലോറോബെൻസീൻ. മൂന്നാമത്തത് ഓർത്തോ ഡൈക്ലോറോബെൻസീൻ. നാലാമത്തത് പാരാ ഡൈക്ലോറോബെൻസീൻ. 1 2 3 4. അപ്പൊ ഇവിടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഡൈപോൾ മൊമെന്റ് പറയണം. ഓരോന്നിന്റെയും ഡൈപോൾ മൊമെന്റിന്റെ ഓർഡർ നോക്കിയാൽ ക്യാൻസലേഷൻ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യാം. യെസ്, ഇത് ക്യാൻസൽ ആയി പോയി. ഇതിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആണ്. അപ്പൊ 4 ഏറ്റവും അവസാനമാണ് വരുന്നത്. 4-നേക്കാളും കൂടുതലാണ് ബാക്കിയുള്ളതിനെല്ലാം. റെഡി. ഇനി അത് കഴിഞ്ഞാൽ നോക്കിയേ, 2 ക്ലോറിൻ. നിങ്ങളിപ്പോ 2 പേര് ഈ 2 കൈകൾ വലിച്ചു കഴിഞ്ഞാൽ എന്റെ മൂവ്മെന്റ് ഫ്രണ്ടിലേക്കാവും. അപ്പൊ 1 ക്ലോറിൻ വലിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതാണ് 2 ക്ലോറിൻ വലിക്കുന്നത്? ദിസ് ഈസ് എ റിസൾട്ടന്റ് ഡയറക്ഷൻ, റൈറ്റ്? ആംഗിൾ കുറയുന്നതിനനുസരിച്ച് ഡൈപോൾ മൊമെന്റ് കൂടുക ചെയ്യാം. സോ ഏറ്റവും നന്നായിട്ട് 3-നാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക, കാരണം അവർ ആംഗിൾ കുറവാ. 2 പേര് ഇങ്ങനെ വലിക്കുന്ന എഫക്ട് നമുക്ക് കിട്ടും. പിന്നെ വരുന്നത് 2 ആണ്. അത് കഴിഞ്ഞായിരിക്കും 1. സോ ഇറ്റ് വിൽ ബി 4 1 2 3 4 1 2 3 4 1 2 3. യു ഗെറ്റ് ഓപ്ഷൻ B. വെരി ഗുഡ്. The hybridization of atomic orbitals of nitrogen in NO2 plus NO3 minus NH4 plus are. NO2 plus എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ പറഞ്ഞെന്ന് ആലോചിച്ച് നോക്കൂ. സെൻട്രൽ ആറ്റം 5. സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എടുത്തു. 15ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് നൈട്രജന് 5 ആണ്. പ്ലസ് സറൗണ്ടിങ് ആറ്റം നോക്കി, മോണോ വാലന്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡൈവാലന്റ് ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട. ഓക്സിജൻ ഡൈവാലന്റ് ആയതുകൊണ്ട് 0 എന്ന് പറയാം. പ്ലസ് ചാർജ്, പോസിറ്റീവ് ചാർജ് വന്ന 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്നാണ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് കണ്ടുപിടിക്കുമ്പോൾ 2 ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിൽ SP ആണ് ഹൈബ്രിഡൈസേഷൻ. NO3 മൈനസ് എടുക്കുന്നു, ഇതേപോലെ ഇലക്ട്രോൺ പെയർ കണ്ടുപിടിക്കുന്നു. സെൻട്രൽ ആറ്റം നൈട്രജൻ 5 ഇലക്ട്രോൺസ്, സറൗണ്ടിങ് ആറ്റം ഓക്സിജൻ ആഡ് ചെയ്യേണ്ട, ബിക്കോസ് ഓക്സിജൻ ഈസ് കൺസിഡർഡ് ടു ബി ഡൈവാലന്റ്. 1 നെഗറ്റീവ് ചാർജ് വന്നാൽ 1 ഇലക്ട്രോൺ കൂടി എക്സ്ട്രാ വരുന്നു. 5 1 6 6/2 3 ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിൽ SP2. NH4 പ്ലസ് കൺസിഡർ ചെയ്തു. സെൻട്രൽ ആറ്റം നൈട്രജൻ 5 വാലൻസ് ഇലക്ട്രോൺ, സറൗണ്ടിങ് ആറ്റം ഹൈഡ്രജൻ ആണ്, മോണോ വാലന്റ് ആയതുകൊണ്ട് അത് ആഡ് ചെയ്യണം. 4 ഹൈഡ്രജനെ ആഡ് ചെയ്തു. പ്ലസ് ഇൻഡിക്കേറ്റ്സ് 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സോ യു ഗെറ്റ് 4 ഇലക്ട്രോൺ പെയർ വിച്ച് ഗിവ്സ് യു SP3. സോ ഇറ്റ് ഈസ് SP, SP2 ആൻഡ് SP3. യു ഗെറ്റ് ഓപ്ഷൻ B. B ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. റെഡി? Stability of the species Li2, Li2 minus and Li2 plus increases in the order. Stability പറയണം. Now listen.
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റി ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചാൽ ഒന്നുകിൽ ഇപ്പൊ ഓർഗാനിക് കോമ്പൗണ്ട് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചില ഇനോർഗാനിക് കോമ്പൗണ്ടെങ്കിൽ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വരും. അതല്ലാതെ നിങ്ങൾക്ക് ഡൈ അറ്റോമിക് ആയിരിക്കുന്ന ഒരു മോളിക്യൂളിനെ തന്നാൽ നമ്മൾ MOT വെച്ചിട്ടാണ് സ്റ്റെബിലിറ്റി പറയാ. 2 പേര് ചേർന്ന് കിട്ടുന്ന ഡൈ അറ്റോമിക് മോളിക്യൂൾസിന്റെ സ്റ്റെബിലിറ്റി എപ്പോഴും MOT വെച്ച് പറയാം. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അവിടെ 3 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. Once it forms Li2, that indicates there are 6 electrons, right? ആ 6 ഇലക്ട്രോൺ നിങ്ങൾ എങ്ങനെ എഴുതും? 1s2, sigma 1s2, sigma star 1s2 and sigma 2s2, 2, 4, 6. അതിന്റെ ബോണ്ട് ഓർഡർ എങ്ങനെയാ? ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസ് മൈനസ് ആന്റി ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസ് ബൈ 2. ഇനി അങ്ങനെയൊന്നും കണ്ടുപിടിക്കണമെന്നില്ല. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ്ങും ക്യാൻസൽ ആവും. പിന്നെ ബോണ്ടിങ്ങിൽ മാത്രമേ 2 ഇലക്ട്രോൺ ഉള്ളൂ. 2 ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടാ. സോ ദിസ് ഈസ് യുവർ ബോണ്ട് ഓർഡർ. നൗ യു കൺസിഡർ Li2+. Li2+ 6 ഇലക്ട്രോണുകൾ ഇല്ല. 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, 5 എണ്ണേ ഉള്ളൂ. അപ്പൊ എനിക്ക് sigma 2s ഒരാൾ മാത്രമേ ഉള്ളൂ. ബോണ്ടിങ്ങിൽ ഒരാൾ മാത്രമാണെങ്കിൽ ബോണ്ട് ഓർഡർ പകുതിയാ, ഹാഫ്. Now you consider Li2- where there are 7 electron. അപ്പൊ എനിക്ക് sigma 2s2 അല്ല അവസാനിക്കുക. sigma 2s2 sigma star 2s ഒരാൾ കൂടിയുണ്ട്. അപ്പൊ ബോണ്ട് ഓർഡർ എത്രയാ? ബോണ്ടിങ്ങിലുള്ള 2 ഇലക്ട്രോണും ആന്റി ബോണ്ടിങ്ങിൽ 1 ഇലക്ട്രോണും വന്നപ്പോ ബോണ്ടിങ്ങിലുള്ള ഒന്നും ആന്റി ബോണ്ടിങ്ങിലുള്ള ഒന്നും ക്യാൻസലായി. ബോണ്ടിങ്ങിൽ 1 ബാക്കിയുണ്ട്. 1 ഇലക്ട്രോൺ ഹാഫ് ബോണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിരിക്കുന്നത് ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ആസ് വെൽ. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുന്നത് ലിഥിയം ആയിരിക്കണം. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ലിഥിയം കഴിഞ്ഞ് നമുക്ക് Li+ ആ, കാരണം ഇവിടെ ആന്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോണുകൾ വരുന്നുണ്ട്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻ ബി പറയാം. Hyperconjugation involves the overlap of which of the following orbitals? Hyperconjugation CH3CH2+ എടുത്തു. കാർബോകാറ്റോണുകളുടെയും ആൽക്കീനുകളുടെയും സ്റ്റെബിലിറ്റി പറയാനാണ് ഹൈപ്പർ കോൺജുഗേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെ CH സിഗ്മ ബോണ്ടുകളാണ് പോകുന്നത്. അപ്പൊ സിഗ്മ ബോണ്ട് MTP ഓർബിറ്റലിലേക്കാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിത് പറയാം. റെഡി? Let us see this question. The correct structures of A and B formed in the following reactions. ആദ്യത്തെ റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതാമേ. നമുക്ക് തന്നിരിക്കുന്നത് പാരാനൈട്രോഫീനോൾ ആണ്. നമ്മൾ ഇതിലേക്ക് H2 ബാർ പലേഡിയം ഇൻ എഥനോൾ നമ്മൾ ചെയ്യാണ്. സോ ദാറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജന്റ്. നമ്മൾ അമീൻ ചാപ്റ്റർ പഠിക്കുമ്പോൾ പ്രിപ്പറേഷനിൽ പഠിച്ചിട്ടുണ്ട് റെഡ്യൂസിങ്. NO2നെ NH2 ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഒന്നെങ്കിൽ Fe ബാർ HCl യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടിൻ ബാർ HCl യൂസ് ചെയ്യാം, അല്ലെങ്കിൽ H2 പലേഡിയം എഥനോളിൽ യൂസ് ചെയ്യാം. വാട്ട് ഹാപ്പൻസ്? NO2 ചേഞ്ച് ചെയ്യും. NO2 എന്തായിട്ടാ മാറുക? റിഡക്ഷൻ വിൽ ഹാപ്പൻ. NH2 ആയിട്ട് മാറി. സോ ദിസ് ഈസ് യുവർ A. നമുക്ക് A കിട്ടിക്കഴിഞ്ഞു. NH2 ആയിട്ട് മാറി. ഇനി നമ്മൾ ഇതിനെ എന്താ ചെയ്യാ? ഇതിലേക്ക് അസറ്റിക് എൻഹൈഡ്രൈഡ് കൊടുത്തു. അസറ്റിക് എൻഹൈഡ്രൈഡിന്റെ പ്രത്യേകത ഇത്രയും വരുന്ന ഭാഗത്തേക്ക് അറ്റാക്ക് ചെയ്യാം, ബാക്കിയുള്ളത് ലീവിംഗ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യും. ഈ ഭാഗം ലീവിംഗ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യും. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ ദി ഡീആക്ടിവേഷൻ ഓഫ് NH2 സിസ്റ്റം. ഓർക്കുന്നുണ്ടോ? ബെൻസീൻ റിംഗിലേക്ക് ഭയങ്കരമായിട്ട് ആക്ടിവിറ്റി കൊണ്ടുവരുമ്പോ നമ്മൾ ബ്രോമിനേഷൻ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ അതിനെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് NH2ലേക്ക് ഇലക്ട്രോണിനെ അല്ലെങ്കിൽ അസറ്റൈൽ ഗ്രൂപ്പ് നമ്മൾ കൊടുക്കുമായിരുന്നു. സോ യുവർ ആൻസർ വിൽ ബി B. നമുക്ക് കിട്ടുന്നത് NHCOCH3 N അസറ്റൈൽ 4 ഹൈഡ്രോക്സി അമീൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ A നമുക്ക് വന്നു അല്ലെ? A കണ്ടുപിടിക്കണം. Aയിൽ OH NH2 ഓക്കെ, OH NHO. B എന്തായാലും വരൂല. 4 പേര് 3 എണ്ണം ഓക്കെയാണ്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ NHന്റെ കൂടെയാണ് COCH3 വരാൻ പാടുള്ളൂ. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ D. കേട്ടോ? യെസ്, നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ D ആയിട്ട് നമുക്കത് പറയാൻ പറ്റും. റെഡി? യെസ്, അതെ.
The major product of the following reaction. ഇത് ശ്രദ്ധിച്ചേ, കഴിഞ്ഞ 100 ക്വസ്റ്റ്യൻ സീരീസ് ഡിസ്കഷൻസ് ആവട്ടെ, പേപ്പർ പ്രഡിക്ഷൻസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മസ്റ്റാ, ഏത് ഷിഫ്റ്റിൽ എടുത്താലും അതുണ്ടാവും. ഇവിടെ നോക്കിയേ, നമുക്കൊരു സിസ്റ്റം തന്നു. ഇപ്പൊ നമ്മൾ NCERT കണ്ടിരിക്കുന്നതിലെല്ലാം ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പേ കാണുള്ളൂ. അപ്പൊ നമുക്ക് JEEക്ക് വരുമ്പോൾ ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ടാവും. ഇവിടെ നമ്മൾ നൈട്രേഷൻ ആണ് ചെയ്യുന്നത്. നൈട്രേഷൻ എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നമുക്കറിയാം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ റേറ്റ്, whereas ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡിക്രീസസ്. അപ്പൊ ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നവർ എപ്പോഴും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. എനിക്ക് തന്ന സിസ്റ്റത്തെ ഞാൻ ഒന്നുകൂടി എഴുതട്ടെ. OH ഉണ്ട്, മീഥൈലുണ്ട്, NO2 ഉണ്ട്. അപ്പൊ ഇവരുടെ ഓർത്തോ പൊസിഷനിലും പാരയിലും മെറ്റയിലൊക്കെ ആണല്ലോ അറ്റാക്ക് ചെയ്യുക. ആരെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. OH ഗ്രൂപ്പ് ആലോചിച്ച് നോക്കുക. എന്താ അവരിവിടെ ചെയ്യുന്നത്? റെസനൻസ് വഴി ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. NO2 ആവട്ടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. CH3ക്ക് ഹൈപ്പർ കോൺജുഗേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പിനെ നമ്മൾ നോക്കണ്ട, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ നമ്മളെ സഹായിക്കുള്ളൂ. അതിൽ തന്നെ CH3യും OH എടുത്തു കഴിഞ്ഞാൽ പ്രയോറിറ്റി ആർക്കാ? OH-നാണ്. ബിക്കോസ് ദർ ഇസ് റെസനൻസ് സ്റ്റെബിലൈസേഷൻ ഓർ റെസനൻസ് ആക്ടിവേഷൻ. അപ്പൊ OH-ന്റെ ഓർത്തോയിലും പാരയിലും ആണ്. അതിൽ മേജർ വരേണ്ടത് പാരയിലാണ്. OH-ന്റെ പാരയിൽ ഉണ്ടോ? ഇല്ല. OH-ന്റെ പാരയിൽ ഉണ്ടോ? ഇല്ല. OH-ന്റെ പാരയിൽ NO2 വന്നു. ഓക്കെ, OH-ന്റെ പാരയിൽ NO2 വന്നു, ഓർത്തോയിലും വന്നു. പക്ഷെ ഇങ്ങനെ ഓർത്തോയിൽ വരാനുള്ള സാധ്യത കുറവാണ്, കാരണം അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും പോസിബിൾ ആയിട്ട് C പറയാം. നമുക്ക് C പറയാം. വെരി ഈസി, വെരി ഈസി. അറേഞ്ച് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് COH ബോണ്ട് ലെങ്ത്. നമുക്ക് തന്നിരിക്കുന്നത് മെഥനോൾ, then you have phenol and you have para ethoxyphenol OET. അതിൽ COH-ന്റെ ബോണ്ട് ലെങ്ത് മാത്രം നോക്കാം. ഓക്കെ, ഇത് സിംഗിൾ ബോണ്ട് ആണ്, ബോണ്ട് ലെങ്ത് ഉണ്ട് അത്യാവശ്യം. ഫീനോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ റെസനൻസിന് ലോൺ പെയേഴ്സിന് ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് കാണാൻ പറ്റും. സോ ഇതിന്റെ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. യെസ്, മെഥനോളിനാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് ലെങ്ത് വരിക. ബാക്കി രണ്ടെണ്ണത്തിലും ബോണ്ട് ലെങ്ത് കുറയും, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആയതുകൊണ്ട്. സോ മെഥനോൾ എന്ന് വന്ന ഒറ്റ ആൻസർ അല്ലേ ഉള്ളൂ. യു ഗെറ്റ് സി. ഇനി അഥവാ മെഥനോൾ ഹയസ്റ്റ് വന്ന രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇനി എന്ത് ചെയ്യാം? എടാ, ഇവിടെ ക്രോസ് കോൺജുഗേഷൻ അല്ലേ. ക്രോസ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ക്രോസ് കോൺജുഗേഷൻ ആണെങ്കിൽ ഇവിടുന്ന് വരുന്നോണ്ട് ഇതിൽ അത്ര ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരൂല. അങ്ങനെയാണ് നമുക്ക് ഈ ഓപ്ഷൻ ആയത്. ഫീനോളിലാണ് കൂടുതൽ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാണാൻ സാധിക്കുന്നത്. ഈസി. മേജർ പ്രോഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. നമുക്ക് തന്നിരിക്കുന്നത് Cl ഒരു ക്ലോറോ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, ഒരു കാർബണിൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. HBr കൊടുക്കുന്നു. വാട്ട് ഹാപ്പൻസ്? ഡബിൾ ബോണ്ടിൽ അഡീഷൻ ആണ്. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തേക്കണം. ഡബിൾ ബോണ്ടിലേക്ക് അഡീഷൻ. അപ്പൊ H വരുന്നു, അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യുന്നു. രണ്ട് ഓപ്ഷൻസ് ഉണ്ടായത്. പോസിറ്റീവ് ചാർജ് ഇവിടെയും വരാം, ഇവിടെയും വരാം. നിങ്ങൾക്ക് രണ്ടും വേണമെങ്കിൽ എഴുതി നോക്കാം. അപ്പൊ ഞാനൊരു സാധ്യത എഴുതി, കൂടുതൽ സ്റ്റേബിൾ ആവുന്ന കേസ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? Br. അപ്പൊ ഇവിടെ Br മൈനസ് വരും. Br മൈനസ് പോസിറ്റീവിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ Br നമുക്ക് കിട്ടിക്കഴിഞ്ഞു. റെഡി. Then you have alcoholic KOH. Alcoholic KOH എന്തായിരിക്കും ചെയ്യുന്നത്? ആൽക്കഹോളിക് KOH ബീറ്റ എലിമിനേഷൻ ചെയ്യും. സോ ബീറ്റ എലിമിനേഷൻ ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അത് ബീറ്റ എലിമിനേഷൻ ചെയ്ത് HBr പുറത്തേക്ക് പോവാം. അതേപോലെ HCl-നെ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ എനിക്ക് കിട്ടുന്ന സിസ്റ്റം ഇതാണ്. യെസ്, വിച്ച് ക്യാൻ ബി ടോട്ടോമറൈസ് ചെയ്തൂടെ? ടോട്ടോമറൈസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ ഫീനോൾ ആയിട്ട് എഴുതാം. ആരോമാറ്റിക് കോമ്പൗണ്ട് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് നടക്കും.
നോക്കിയേ, നിങ്ങൾ ഇവിടെ പലരും ഓപ്ഷൻ എയിൽ എഴുതി സ്റ്റക്ക് ആയിട്ട് നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ അതിന് ശ്രദ്ധിക്കേണ്ടത് 2 ലീവിംഗ് ഗ്രൂപ്പുകൾ വരെയല്ലേ. നമുക്ക് 2 ലീവിംഗ് ഗ്രൂപ്പുകൾ ആൽക്കഹോളിക് വെച്ച് ഉപയോഗിക്കുമ്പോൾ 2 ലീവിംഗ് ഗ്രൂപ്പുകൾ ഉണ്ട്. ആ 2 ലീവിംഗ് ഗ്രൂപ്പുകൾ കൊടുത്തപ്പോൾ ആരോമാറ്റൈസേഷൻ കിട്ടുകയും ചെയ്തു. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ആരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാനുള്ള സാധ്യതയാ ചെക്ക് ചെയ്യണ്ടേ. അതില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓക്കെ, ബി എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് പറയാം ഒരാളെ അവിടെ നിലനിർത്തണം, ഒരാളെ മാത്രമേ പുറത്താക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? അങ്ങനെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ അല്ലെങ്കിൽ സ്റ്റേബിൾ ആൻസറിലേക്കാണ് നമ്മൾ പോവേണ്ടത്. ദ മേജർ പ്രോഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷനിലുള്ള മേജർ പ്രോഡക്റ്റ് എങ്ങനെ പറയും? എങ്ങനെയാ മേജർ പ്രോഡക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം? K2CO3 തന്നു, സോ ദാറ്റ് ഈസ് CO3 2-. CO3 2- തന്നാൽ അതിന് H+നെ അബ്സ്ട്രാക്ട് ചെയ്യാം. 2 H+ തരാൻ സാധ്യതയുള്ള ഗ്രൂപ്പുകളെ കാണുന്നു. ഒന്ന് ഫീനോളിക് OH ആണ്, ഫീനോളിക് ഹൈഡ്രജൻ H+ ആണ്. രണ്ടാമത്തത് ആൽക്കഹോളിക് ആണ്. ഇതിൽ ആരാണ് കൂടുതൽ അസിഡിക്? ആരാണ് H+നെ പെട്ടെന്ന് വിട്ടുകൊടുക്കുക? ആലോചിച്ച് നോക്ക്. കൂടുതൽ അസിഡിക് ആവുന്നത് ആൽക്കഹോൾ അല്ല, ഫീനോൾ ആണ്. റെസനൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് H+നെ എടുത്തു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഇത് O- ആയി, മറ്റേത് അതുപോലെ നിൽക്കുന്നുണ്ട്. ശേഷം ഒരു ഇക്വലന്റ് CH3I കൊടുത്തു. CH3I കൊടുത്താൽ എന്താ സംഭവിക്കുക? O- വന്ന് അറ്റാക്ക് ചെയ്യൂലേ? ദിസ് ഈസ് ഹൗ ഈതർ വില്യംസൺ ഈതർ സിന്തസിസ് രണ്ടാമത്തെ പ്രോസസ്സില് ഒരു ഫീനോക്സൈഡ് ബാക്ക് സൈഡ് അറ്റാക്ക് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ചെയ്തു. യു ഗെറ്റ് ഈതർ. അപ്പൊ OCH3 വരേണ്ടത്. യെസ്, വില്യംസൺ ഈതർ സിന്തസിസ് ആണേ. ഓപ്ഷൻ എ അല്ലേ വരുക? യു ഗെറ്റ് ഓപ്ഷൻ എ. ഈസി. The increasing order of reactivity of the following compounds in nucleophilic addition reaction. Reactivity rate nucleophilic addition reaction around CO എപ്പോഴും വരാറുണ്ട് കേട്ടോ. അതായത് നോക്കിയേ, CO ബോണ്ടിലേക്ക് ഒരു ന്യൂക്ലിയോഫൈല് അറ്റാക്ക് ചെയ്യുന്നത് ആലോചിച്ച് നോക്ക്. അപ്പൊ ന്യൂക്ലിയോഫൈല് വരുമ്പോൾ ഒന്ന് നന്നായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റണ്ടേ? അപ്പൊ അതിന് ഒരു ക്രൈറ്റീരിയ ലെസ് ബൾക്കിയർ ആയിരിക്കുന്ന സിസ്റ്റം ആയിരിക്കണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ നമുക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ 2 രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫീനോളിൽ OH പാർഷ്യൽ ഡബിൾ ബോണ്ട് ഉണ്ട്, അതൊരു വിഷയമല്ലല്ലോ. നമ്മളിവിടെ OH ബോണ്ട് അല്ലേ ബ്രേക്ക് ചെയ്യുന്നത്, CO ബോണ്ട് അല്ലല്ലോ. OH ബോണ്ടാ ബ്രേക്ക് ചെയ്യുക. CO ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാ, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാരണം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കണേ, ഞാൻ ഈ റിയാക്ടിവിറ്റി പറയുമ്പോൾ ആൽഡിഹൈഡും കീറ്റോണും എടുത്താൽ അഡീഷൻ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് ഏതിലാണ്? ആൽഡിഹൈഡിലാണെങ്കിൽ ഒരു ഭാഗത്ത് ഹൈഡ്രജൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളാണ്. പക്ഷെ കീറ്റോൺ ആണെങ്കിൽ 2 ഭാഗത്തും ബൾക്കി ആയിരിക്കുന്ന ആളുകളാ വരിക. സിമ്പിൾ ആയിരിക്കുന്നവരെയാണല്ലോ നമുക്ക് ഇഷ്ടം, റിയാക്ടിവിറ്റി കൂടും. സോ ആൽഡിഹൈഡ്സ് എപ്പോഴും നല്ലോണം റിയാക്ട് ചെയ്യും. അപ്പൊ എനിക്ക് തന്നിരിക്കുന്നതിൽ പ്രൊപ്പനാലും ബെൻസാൽഡിഹൈഡും ആൽഡിഹൈഡുകളാണ്, പ്രൊപ്പനോണും ബ്യൂട്ടനോണും കീറ്റോണുകളാണ്. സോ പ്രൊപ്പനാളും ബെൻസാൽഡിഹൈഡിന്റെയും റിയാക്ടിവിറ്റി ഒരുമിച്ച് പറയണം, ആൽഡിഹൈഡുകൾ ഒരുമിച്ച് പറയണം. അപ്പൊ തന്നെ ആൻസർ ആയി ബി. ഇനി ആ ആൽഡിഹൈഡിൽ തന്നെ നിങ്ങൾ നോക്കിയേ, പ്രൊപ്പനാൽഡിഹൈഡാണ് നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത്. വൈ ബെൻസാൽഡിഹൈഡിൽ ഫിനൈൽ റിംഗ് വരുമ്പോ അത് ബൾക്കിയാണ്. അപ്പൊ ബൾക്കി ആയിരിക്കുന്നതിനെ രണ്ടാമത് പ്ലേസ് ചെയ്തു, അത്രയേ ഉള്ളൂ. കീറ്റോണിൽ തന്നെ പ്രൊപ്പനോൺ ആണ് ആദ്യം പറഞ്ഞത്, അത് ചെറുതാണ്. പിന്നെയാണ് ബ്യൂട്ടനോൺ പറയുന്നത്. ഈസി. യെസ്. വാട്ട് ഈസ് എ മേജർ പ്രോഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ? ഇതിൽ മേജർ പ്രോഡക്റ്റ് എങ്ങനെയാ പറയാ? മേജർ പ്രോഡക്റ്റ് പറഞ്ഞ വാട്ട് വിൽ ബി ദ റിയാക്ഷൻ? നിങ്ങൾക്ക് CO ഗ്രൂപ്പ് തന്നു, ഡബിൾ ബോണ്ട് തന്നു, NaBH4 ആണ്. ആക്ഷൻ എവിടെയാ? NaBH4 കീറ്റോണിലാണ്, വിച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൽക്കഹോൾ. ഡബിൾ ബോണ്ട് ഈസ് അൺഅഫക്റ്റഡ്. യു ഗെറ്റ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി നമുക്ക് ഈസി ആയിട്ട് പറയാം. Spin only magnetic moment of MnBr6 is dash Bm. മാംഗനീസ് ആണ്, മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ 25 ആണ്. സോ 3d5 4s2 ആണ് വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. Mn2+ ആയിട്ടാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 3d5 എന്ന് എഴുതും. Br- വീക്ക് ലിഗാൻഡ് ആണ്, അതുകൊണ്ട് പെയറിംഗ് ഒന്നും നടക്കില്ല. അപ്പൊ 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് മ്യൂ എന്ന് പറയുന്നത് 5 ആണ്, വിച്ച് ഈസ് റൗണ്ടഡ് ടു 6. യു ഗെറ്റ് 6. mu is equal to, ഓർക്കുന്നോ, mu is equal to root of n into n+2 ബോർ മാഗ്നറ്റോൺ. നാളെ അല്ലെങ്കിൽ 6-ാം തീയതി തൊട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഒരു ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് മൊമെന്റുമായി ബന്ധപ്പെട്ടതായിരിക്കും.
ഹൈബ്രിഡൈസേഷൻ സ്ട്രക്ചറായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം നോക്കിക്കൊള്ളണം. See this, NaH is an example of. NaH ഏതിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞേ? ഈസി ആയിട്ട് പറയാലോ. NaH ഏതിന് എക്സാമ്പിൾ ആണ്? It is an ionic salt. Ionic hydride-നെ saline hydride എന്ന് നമ്മൾ വിളിക്കും. saline hydride ആണ്. Among the following reactions of hydrogen with the halogens, the one that requires catalyst. Catalystന് ആവശ്യമുള്ളത് ഏതാ? ഹൈഡ്രജനും ഹാലജന്റെയും റിയാക്ഷൻ ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി ഫ്ലൂറിന് ഏറ്റവും കൂടുതലാണ്. ഈവൻ ഡാർക്കിൽ പോലും ഫ്ലൂറിൻ റിയാക്ട് ചെയ്യുമെന്നും, എന്നാൽ അയോഡിന്റെ റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് നമുക്കൊരു കാറ്റലിസ്റ്റിന് ആവശ്യമായി വരുന്നു എന്നും NCERT കൊടുത്തിട്ടുണ്ട്. അയോഡിനും ഹൈഡ്രജനും റിയാക്ട് ചെയ്യുമ്പോൾ കാറ്റലിസ്റ്റിന് ആവശ്യമുണ്ട്. On combustion of lithium, sodium, potassium in excess of air, the major oxides formed are. S blockil നമ്മൾ കണ്ടതാ. Lithium forms monoxide, sodium forms peroxide and potassium forms superoxide. Monoxide, peroxide and superoxide. You get this option. The incorrect statement. ഇതിൽ incorrect statement പറഞ്ഞേ. Lithium is the strongest reducing agent among alkali metals. Lithium is the strongest reducing agent among alkali metals. ശരിയാണോ? ആൽക്കലി മെറ്റൽസ് എടുത്തപ്പോൾ നമുക്ക് ലിഥിയം, യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. ഇൻകറക്റ്റാ കണ്ടുപിടിക്കണ്ടേ. ലിഥിയം ആയിരുന്നു സ്ട്രോങ്ങസ്റ്റ്, സോഡിയം ആയിരുന്നു ഏറ്റവും വീക്ക് ആയത്. ഓർക്കുന്നല്ലോ. ലിഥിയം ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ് വിത്ത് വാട്ടർ among the alkali metals. ആൽക്കലി മെറ്റൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ റിയാക്ടിവിറ്റി കൂടും. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യത്തിലേക്ക് വരുമ്പോൾ റിയാക്ടിവിറ്റി കൂടും. ശരിയാ, സീഷ്യക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. താഴേക്ക് വരുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി കൂടും. അത് ശരിയാണ്. ഇനി അഥവാ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിക്കാം. LiNO3 decomposes to give LiNO2 and O2. No. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ബാക്കി ഏത് നൈട്രേറ്റുകൾ നമ്മൾ ചെയ്താലും നമുക്ക് കിട്ടുന്നത് NaNO2 plus O2. കറക്റ്റാ, എക്സെപ്റ്റ് ലിഥിയം ഡ്യൂ ടു ഡയഗണൽ റിലേഷൻഷിപ്പ്. അവർ മെഗ്നീഷ്യത്തിനെ പോലെയാണ്, സെക്കൻഡ് ഗ്രൂപ്പിനെ പോലെ ബിഹേവ് ചെയ്യുക. അപ്പൊ സി ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരിക. LiCl ക്രിസ്റ്റലൈസസ് ടു ഫോം LiCl2H2O. അപ്പൊ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തു. ഇനി അല്ലെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മൾ അടുത്തത് ഫിസിക്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചോദ്യം കൂടി കാണാം. ഗുഡ് റെഡ്യൂസിംഗ് നേച്ചർ ഓഫ് H3PO2 is attributed to the presence of. H3PO2ന്റെ റെഡ്യൂസിംഗ് ക്യാരക്ടറിന് കാരണം എന്താ? നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ വരച്ചു നോക്കണം. H3PO2. So you understand reducing nature is due to the presence of 2 pH bond. അപ്പൊ അതിന്റെ സ്ട്രക്ചറുകൾ നല്ലോണം നോക്കണം കേട്ടോ. 2 pH ബോണ്ടുകൾ കാരണമാണ് അത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. റെഡി? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ബാക്കി നമുക്ക് ഫിസിക്സിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാം. റെഡി? താങ്ക് യു എവരിവൺ. സോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി നമ്മൾ ഫിസിക്സിലെ ചോദ്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം ഇന്ന് കെമിസ്ട്രിയിലെ കുറേ അധികം ചോദ്യങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്തു.
എനിവേ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫിസിക്സ് ആൻഡ് ഫിസിക്സിലെ ആദ്യത്തെ ചോദ്യം. ഇന്ന് മെയിൻ ആയിട്ടുള്ള MCQ സീരീസിൽ കൂടുതലായിട്ട് നമ്മൾ നിങ്ങളെ +2 ടോപ്പിക്കുകളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ നമുക്ക് ചോദ്യം നോക്കാം. ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. എ വെർട്ടിക്കൽ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 4.9 × 10⁵ Newton per coulomb just prevent a water droplet of mass 0.1 gram from falling. The value of the electric field on the droplet will be. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്നുള്ളതാണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. ദ വാല്യൂ ഓഫ് ദ ചാർജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം എൻ്റെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. F = QE ആണ്, റൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ഉണ്ട്. ആ ഡ്രോപ്ലെറ്റ് എന്തായാലും താഴോട്ടൊരു ടെൻഡൻസി ഉണ്ടാകും, അതിന് mg എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ ചാർജ് മേ ബി അത് Q ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? QE എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇതിന്റെ അപ്വേർഡ് ഡയറക്ഷനിൽ ഉണ്ടാകും, മുകളിലോട്ട് ഉണ്ടാകും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഇക്വേറ്റ് ചെയ്യേണ്ടത് എന്താണ്? മൈ QE = mg ആണ്. സോ വിച്ച് മീൻസ് മൈ Q = mg / E ആണ്. m എത്ര? വാട്ടർ ഡ്രോപ്ലെറ്റിന്റെ മാസ് എനിക്ക് ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 0.1 gram ആണ്. സോ 0.1 × 10⁻³ × 9.8 / E. ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് 4.9 × 10⁵ ആണ്. സോ 4.9 × 10⁵ ഈസി ആയിട്ട് കിട്ടും. കാരണം 9.8 / 4.9 എത്രയാണ്? 2 ആണ്. സോ 2 × 10⁻, അവിടെ -8 ഉണ്ടാകും, പിന്നെ ഒന്നും കൂടെ കൂടി ചേർന്നാൽ -9. സോ 2 × 10⁻⁹. ഈസി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നമ്മളിനി അടുത്ത കൂടുതൽ ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. എനിവേ ഇന്നത്തോടു കൂടെ നമുക്ക് കുറേയധികം കണ്ടമാനം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. എ ബോഡി ഹാവിംഗ് സ്പെസിഫിക് ചാർജ് 8 microcoulomb is resting on a frictionless plane at a distance 10 centimeter from the wall as shown in figure. ഞാനിപ്പോൾ വരച്ചു തരാം. It start moving towards the wall when uniform electric field of 100 volt per meter is applied horizontally towards the wall. If the collision of the body with the wall is perfectly elastic, then the time period of the motion will be equal to. അപ്പോൾ ടൈം പീരിയഡ് ആണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ തന്നിട്ടുള്ളത് വേറൊന്നുമല്ല. എൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു എ ബോഡി ഉണ്ട് ഹാവിങ് സം സ്പെസിഫിക് ചാർജ്. സോ 8 microcoulomb ആണ് അതിൻ്റെ സ്പെസിഫിക് ചാർജ്. ആൻഡ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എ ഫ്രിക്ഷൻലെസ് പ്ലെയിൻ അറ്റ് എ ഡിസ്റ്റൻസ് 10 centimeter ഫ്രം എ വാൾ. ഇവിടെ ഒരു വാൾ ഉണ്ട്, അത് എത്ര അകലത്തിലാണ്? It is situated at a 10 centimeter from this point. 10 centimeter അകലത്തിലാണ് ഉള്ളത്. Now we have the 8 microcoulomb and it is moving towards the wall with uniform electric field when the uniform electric field is applied. അപ്പോൾ നിങ്ങൾക്കറിയാം എന്ത് നേരത്തെ അതേ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു വെറൈറ്റി ടൈപ്പാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്താൽ അത് എന്ത് ചെയ്യും? അത് ആക്സിലറേറ്റഡ് മോഷനിലായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടാകും. കാരണം F = QE എന്ന് പറയുന്ന ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാകും? ഈ ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്നുണ്ടാകും. സോ ആ QE വെച്ചിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടാകും. എനിവേ ഇഫ് ദ കൊളീഷൻ ഓഫ് ദ ബോഡി വിത്ത് ദ വാൾ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ നമുക്കറിയാം അവിടെ എനർജി കൺസർവ്ഡ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ എത്രയിലാണോ മൂവ് ചെയ്യുന്നത്, എൻ്റെ സെക്കൻഡ് ബോഡി ഇവിടെ റെസ്റ്റിലാണ്, റൈറ്റ്. എൻ്റെ സെക്കൻഡ് ബോഡി ഇവിടെ വാളാണ്, അത് റെസ്റ്റിലാണ്. അപ്പോൾ ഞാൻ എത്ര വെലോസിറ്റിയിൽ ഇടിക്കുന്നു അത്രയും തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടാകും. ദെൻ ദ ടൈം പീരിയഡ് ഓഫ് മോഷൻ വിൽ ബി. അപ്പോൾ ടൈം പീരിയഡ് എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് എത്തിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് തന്നെ എത്താനുള്ള സമയമാണ് നമ്മളോട് ചോദിച്ചത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ടൈം ടേക്കൺ. ഇത് T1 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് T2 ആയിട്ട് എടുക്കാം. സോ T1 ഉം T2 ഈക്വൽ ആയിരിക്കും. ഇനി ആദ്യം എനിക്ക് സമയം കാണണം. സോ സമയം കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്കിവിടെ ദൂരം അറിയാം, ആക്സിലറേഷൻ അറിയാം, സമയം അറിയണം. അപ്പം ഞാൻ എന്ത് യൂസ് ചെയ്താൽ മതി? S = ut + ½ at². അതിൽ u ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ ½ at² എന്നുണ്ടാകും. ആക്സിലറേഷൻ കിട്ടണമല്ലോ. ആക്സിലറേഷൻ ഈസ് നത്തിങ് ബട്ട് F/m ആണ്. F എത്രയാണ്? F = QE ആണ്. സോ QE / m എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു Q. ദിസ് ഈസ് ഈക്വൽ ടു Q എത്ര? 8 microcoulomb ആണ്.
സോ 8 ഇൻറ്റു 10 to the power -6 ഇൻറ്റു ഈ 100 ആയിരുന്നു ഡിവൈഡഡ് ബൈ എം. എം എത്രയാണ് തന്നിട്ടുള്ളത്? ദിസ് ഈസ് ഹാവിങ് സം മാസസ് ബോഡി ഹാവിങ് സ്പെസിഫിക് ചാർജ് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ മാസ്, യെസ് മാസ് എൻ്റെ ഫിഗറിൽ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 10 to the power -3 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 10 to the power -3 എന്ന് എടുക്കാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 8 ഇൻറ്റു 10 to the power, ഇവിടെ 2 ഉണ്ടാകും, ബാക്കി അവിടെ പോയി കഴിഞ്ഞാൽ -3 ആണ്. സോ -3 ബാക്കി അവിടെ 2 കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാകും? 10 to the power -1 ഉണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? 10 to the power -1. സോ 8 ഇൻറ്റു 10 to the power -1 ആണ് എന്ത് എൻ്റെ ആക്സിലറേഷൻ, ഓർ ഐ ക്യാൻ ഓൾസോ സേ ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 0.8. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി. ഇനി സമയമാണ് നമുക്ക് കാണേണ്ടത്. ഇറ്റ്സ് ഈസി വൺ, കാരണം എനിക്ക് ആക്സിലറേഷൻ കിട്ടിയിട്ടുണ്ട്. സോ നൗ മൈ ടൈം വിൽ ബി ഈക്വൽ ടു, നിങ്ങൾക്ക് ഇവിടെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യുവർ എസ് എത്രയാണ് ദൂരം സഞ്ചരിക്കാനുള്ളത്? ദിസ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 ആണ്. സോ 0.1 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ എത്ര കിട്ടിയിട്ടുള്ളത്? 0.8 ആണ്, ഇൻറ്റു ടി സ്ക്വയർ എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ടി ഇസ് ഈക്വൽ ടു എത്ര വരെടാ? 0.8 ഡിവൈഡഡ് ബൈ 2, 0.4 ഉണ്ടാകും. 0.4 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1/4 ഉണ്ടാകും. ഒരു ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/4. സോ ടി ഇസ് ഈക്വൽ ടു 1/2. ടി ഈക്വൽ ടു 1/2. അപ്പം എൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എത്ര ആയിരിക്കും? 1 സെക്കൻഡ്. സിമ്പിൾ. കാരണം ഇങ്ങോട്ട് എത്ര? 1/2, അവിടെ നിന്ന് ഇങ്ങോട്ട് 1/2 എന്ന് വെച്ചാൽ 1 സെക്കൻഡ് ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോടാ? ഓക്കെ, യെസ്, 1 സെക്കൻഡ്. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു വെയിറ്റ്. കാരണം ഇപ്പം അത് വെരി റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് കൊണ്ടായിരിക്കും. നിങ്ങൾക്കത് കിട്ടും, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. എനിവേ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. എ സോളിഡ് ബോൾ ഓഫ് റേഡിയസ് ആർ ഹാസ് ചാർജ് ഡെൻസിറ്റി റോ ഈസ് ഗിവൺ ബൈ റോ ഇസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 മൈനസ് ആർ ബൈ ആർ ഫോർ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ആർ. എന്ന് വെച്ചാൽ എൻ്റെ സ്ഫിയറിൻ്റെ ഉള്ളിലാണെന്ന് അർത്ഥം. ദ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ബോൾ ഈസ്, എൻ്റെ ഔട്ട്സൈഡ് ദ ബോൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ, എൻ്റെ ഗോസസ് ലോ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഏതൊരു ഗോസിയൻ സർഫസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, മേ ബി ദിസ് ഈസ് മൈ സ്ഫിയർ, ഈ സ്ഫിയറിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി എന്തുള്ളത്? റോ എന്ന് പറയുന്ന ചാർജ് ഉള്ളത്. നോ വി ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ്. ഇവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ എനിക്കറിയാം എൻ്റെ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് എത്രയായിരിക്കും? എത്രയാണോ ഈ സ്ഫിയറിൻ്റെ ചാർജ്, അതായിരിക്കും എൻ്റെ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. ഇനി ഗോസസ് ലോ പ്രകാരം നിങ്ങൾക്കറിയാം, യുവർ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ വിൽ ബി ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതല്ലേ കിട്ടുക? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ എൻക്ലോസ്ഡ് എന്നുള്ളത് എന്തായിരിക്കും? ക്യൂ എൻക്ലോസ്ഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ ടോട്ടൽ ചാർജ്, അതെനിക്ക് കാണണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ക്യൂ എൻക്ലോസ്ഡ് കാണുകയാണ്. വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ഡി വി എന്നുണ്ടാകും. ദിസ് വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ എത്രയാടാ? റോ ഇസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 മൈനസ് 1/r ആണ്. സോ റോ 0 ഇൻറ്റു 1 മൈനസ് r/r എന്നുണ്ടാകും. ഇതെൻ്റെ റോ 0 കിട്ടി. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഡി വി, അല്ലേ? റോ ഡി വി ആണ്. സോ ഡി വി എത്രയായിരിക്കും? ഡി വി എന്ന് വെച്ചാൽ ഇതിൻ്റെ കുഞ്ഞു വോള്യം, അത് എത്ര കിട്ടും? 4πr² dr എന്ന് കിട്ടും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റോ 0 കോൺസ്റ്റൻ്റ് ആണ്, 4π കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. ബാക്കി ഉണ്ടാകുന്നത് ഇൻ്റഗ്രൽ. ആദ്യത്തെ ടേം നോക്കുകയാണെങ്കിൽ r² dr എന്നുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ അടുത്ത ടേം നോക്കുകയാണെങ്കിൽ r³ ഡിവൈഡഡ് ബൈ r dr എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റോ 0 ഇൻറ്റു 4π ഇൻറ്റു റോ 0 ഇൻറ്റു 4π ഇൻറ്റു ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എത്ര കിട്ടുക? എവിടെ മുതൽ എവിടെ വരെ? 0 to r വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. കാരണം എൻ്റെ ആ ടോട്ടൽ സ്ഫിയർ ആണ് എനിക്ക് കാണേണ്ടത്. അത്രയും ചാർജുകൾ അവിടെ ഉണ്ട് എന്നർത്ഥം. സോ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to r എന്ന് വെച്ചാൽ r³ ഡിവൈഡഡ് ബൈ 3 വരും, മൈനസ് r⁴/4 ഇൻറ്റു r എന്ന് വെച്ചാൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി r³ തന്നെ ആയി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 4π റോ 0 ഇൻറ്റു ഇത് എത്ര വരിക? 4 മൈനസ് 3 എന്ന് വരും. അത് എത്ര വരും? അത് 1 വരും. എന്ന് വെച്ചാൽ r³ ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. അപ്പോൾ എൻ്റെ ടോട്ടൽ ചാർജ് ഇപ്പം എനിക്ക് കിട്ടി. ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ക്യൂ എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു 4π r³ ഇൻറ്റു റോ 0 ഡിവൈഡഡ് ബൈ 12. ഇതാണ് എൻ്റെ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇപ്പോൾ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് കിട്ടി. ഇനി വളരെ സിമ്പിൾ ആണ്. കാരണം എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ ഇൻറ്റു
ഈ സർഫസിലൂടെയുള്ള റേഡിയസ് എടുക്കുന്ന സമയത്ത് 4πr² വിൽ ബി ഈക്വൽ ടു 4πr³ ρ0 ഡിവൈഡഡ് ബൈ 12ε0. അപ്പൊ ആരൊക്കെ ക്യാൻസൽ ചെയ്തു? എൻ്റെ 4π ക്യാൻസൽ ചെയ്തു. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. സോ E ഈസ് ഈക്വൽ ടു r³ ρ0 ഡിവൈഡഡ് ബൈ 12ε0 r² എന്ന് കിട്ടും. r³ ρ0 ഡിവൈഡ് ബൈ 12ε0 r². ക്ലിയർ അല്ലേ? r³, യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോടാ? ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കൊളീഷന് ശേഷം ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ റിട്ടാർഡേഷൻ ഉണ്ടാകില്ലേ? അപ്പോൾ ടൈം പീരീഡ് എങ്ങനെയാ 1 സെക്കൻഡ് വരിക? ഇവിടെ റിട്ടാർഡേഷൻ ഉണ്ടാകൂല. കാരണം എന്താ? ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് എ ഫ്രിക്ഷൻലെസ് സർഫസ്. അതായത് എനർജി യാതൊരു വിധ രൂപത്തിലും എന്ത് ചെയ്യുന്നില്ല, ലോസ് ചെയ്യപ്പെടുന്നില്ല. ജസ്റ്റ് ഇലാസ്റ്റിക് കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ബോഡി ഉണ്ട്. രണ്ടാമത്തെ ബോഡി റെസ്റ്റിലും ആദ്യത്തെ ബോഡി വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വി എന്ന് പറയുന്ന വെലോസിറ്റി പകരം 5 മീറ്റർ/സെക്കൻഡ് ആണെന്ന് വെച്ചോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബോഡി റെസ്റ്റിലാണ്, രണ്ടാമത്തെ ബോഡി ഇനീഷ്യലി കൊളൈഡ് ചെയ്യാൻ വരുന്ന ബോഡി 5 മീറ്റർ/സെക്കൻഡിലാണെങ്കിൽ കൊളീഷന് ശേഷം എന്താ സംഭവിക്കുക? ആദ്യത്തെ ബോഡി റെസ്റ്റിലാകും, രണ്ടാമത്തെ ബോഡി എത്രയിൽ പോകും? 5 മീറ്റർ/സെക്കൻഡിൽ പോകും. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകും വെലോസിറ്റി ഇന്റർചേഞ്ച് ചെയ്യുന്നുള്ളത്. കാരണം ഇലാസ്റ്റിക് കൊളീഷനെ സംബന്ധിച്ച് അവിടെ മൊമെന്റവും കൺസർവ്ഡ് ആണ്, കൈനറ്റിക് എനർജിയും കൺസർവ്ഡ് ആണ്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഈ 2 കേസിലും ഈ വാൾ എന്തിലാ? റെസ്റ്റിലാ. കാരണം വാള് മൂവ് ചെയ്യുന്നില്ല, എൻ്റെ M2 മൂവ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ക്ലിയർ അല്ലേ? എനർജി കൺസർവ്ഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് കൊളീഷന് ശേഷം ലെഫ്റ്റിലേക്ക് സർ ഇഫ് യു ഫോർമുല റിവിഷൻ സെഷൻ ഫോർ ദ ഫിസിക്സ് വെരി സൂൺ. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് പോയി നോക്കാം. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ബേസിക്സ് പറയുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇലക്ട്രിക് ഫീൽഡ് പക്ഷേ റൈറ്റിലേക്ക് അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അതായത് നിങ്ങളുടെ സംശയം റിട്ടാർഡേഷൻ ഉണ്ടാകില്ലേ? ഇല്ല. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇവിടെ ഒരു ചാർജ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണുള്ളത്. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഫിഗർ ഇവിടെ ആക്ച്വലി തന്നിട്ടുണ്ട്. ഈ ഫിഗർ അപ്രോക്സിമേറ്റ്ലി ഞാൻ ക്വസ്റ്റ്യൻ എടുത്തതാണ്, ഫിഗർ ഇവിടെ വിട്ടുപോയതാണ്. അതായത് ഈ ചാർജിലേക്ക് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫോഴ്സ്. അതായത് ഇത് മാത്രമാണ് അതിന് കാരണമായിട്ടുള്ള ഫോഴ്സ്. അപ്പൊ ആ സമയത്ത് ഇത് ഇങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചെത്താനുള്ള സമയം മാത്രമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ ഇവിടെ വേറെ റിട്ടാർഡഡ് മോഷൻ ഒന്നും ഇല്ല. ബിക്കോസ് എൻ്റെ കയ്യിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ കയ്യിൽ ഒരു ചാർജ് Q എന്ന് പറയുന്ന ചാർജ് ഉണ്ട്. അത് മേ ബി റെസ്റ്റിലാണ്. സോ ദിസ് ഈസ് മൈ Q ആൻഡ് ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, അങ്ങനെയാണെങ്കിൽ QE എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇതിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്തു. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളെ ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ബോഡി ഇവിടുന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടുന്ന് ഒരു മാസ് എന്ന് പറയുന്ന M ഉണ്ട്. സോ നൗ യു ആർ അപ്ലൈയിങ് സം ഫോഴ്സ് F. ഒരു 10 ന്യൂട്ടൺ കൊടുത്തു എന്ന് വെച്ചോ. 10 ന്യൂട്ടൺ നിങ്ങൾ ഒരു പുഷ് ഓർ പുൾ ആദ്യം കൊടുക്കുന്നുണ്ട്. അതായത് ത്രൂ ഔട്ട് കൊടുക്കുന്നില്ല, ഒരു പുഷ് ഓർ പുൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ F is equal to QE എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. So let's move to the next question. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. Here is the next question. An electric field E 25 I cap 30 J cap exists in a region of space. If the potential at origin is taken to be 0, then the potential at x is equal to 2 meter and y equal to 2 meter is. Very simple. ഇവിടെ ചോദിച്ചത് വേറെ ഒന്നല്ല, നിങ്ങളെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാ. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താ? E is equal to minus grade V no, which is equal to minus d by dx of v no, d by dy of v no ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? പഠിച്ചിട്ടുണ്ടാകും. സോ ഈ ഇക്വേഷൻ പ്രകാരം എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മൈ v വിൽ ബി ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ E എന്ന് കിട്ടും. ഈ ഡോട്ട് ആക്ച്വലി ഡെൽ ഓപ്പറേറ്റർ ആണ്. ഇവിടെ ഡി എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിൽ മാത്രമാണെങ്കിൽ ഡി എക്സ്, വൈ ആക്സിലാണെങ്കിൽ ഡി വൈ എന്നുണ്ടാകും. അപ്പൊ നോർമലി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡി ആർ എന്ന് എടുക്കുകയാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇ എത്രയാടാ? ഈസ് ഈക്വൽ ടു 25 I ക്യാപ്പ് പ്ലസ് 30 J ക്യാപ്പ് എന്നുണ്ടാകും. ഡോട്ട് വിത്ത് ഡി ആർ എന്ന് വെച്ചാൽ ഡി എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡി വൈ ജെ ക്യാപ്പ് എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ദിസ് വിൽ ബി ഈക്വൽ ടു എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഓർ വി വിൽ ബി ഈക്വൽ ടു
മൈനസ് ഇൻ്റഗ്രൽ ആദ്യത്തിൽ ഉണ്ടാവും 25 dx ഉണ്ടാകും. സോ 25 dx അപ്പോൺ ദ ലിമിറ്റ് 0 to 2. ദെൻ മൈനസ് ഇൻ്റഗ്രൽ അടുത്ത ആൾ എത്ര ഉണ്ടാകും? അടുത്ത ആൾ 30 ആണ്. സോ 30 dy അപ്പോൺ ദ ലിമിറ്റ് 0 to 2. ക്ലിയർ ആയിട്ടുണ്ടാവും. കാരണം എക്സും വൈയും എവിടെ മുതൽ എവിടെ വരെ പറഞ്ഞിട്ടുണ്ട്? 0 to 2 ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ റൈറ്റ് ദിസ് വിൽ ബി ഈക്വൽ ടു 25 ഇൻറ്റു 2 ഉണ്ടാകും, -50 ഉണ്ടാകും, മറ്റത് -60 ഉണ്ടാകും. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -110 വോൾട്ട് എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? -110 വോൾട്ട്. ക്ലിയർ ആണോ അവിടെ? യെസ്, ഇതൊരു ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. So if the potential at the region to be 0, then the potential at we have to find the potential. So the potential is nothing but -110 volt. Clear ആയോ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ആ റിലേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. എനിവേ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇവിടെ ഉണ്ട്. എ ഫോഴ്സ് 10 Newton act on a charged particle placed between two plates of a charged capacitor. If one plate of the capacitor is removed, ഒരു പ്ലേറ്റ് ഒഴിവാക്കി, then the force acting on the particle will be. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് വെച്ചാൽ ഫോഴ്സ് ഈസ് ആക്ടിങ് 10 Newton ആക്ടിങ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും എൻ്റെ കയ്യിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 എന്നുള്ളത് ഞാൻ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ടാകും. കാരണം ഇതൊരു പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് മൈനസ് ആയിരിക്കും, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഈ പ്ലേറ്റിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ്, സോ വി ഹാവ് പുട്ട് ദ ചാർജ് വിച്ച് ഈസ് സംവെയർ ഹിയർ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ 10 ന്യൂട്ടൺ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെ ആയിരിക്കും? ഇതിൽ നിന്ന് വരുന്ന QE എന്ന് പറയും, ഇതിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന ഒരു ഫോഴ്സ്, ഇതിലേക്ക് പോകുന്ന മറ്റൊരു ഫോഴ്സ്. അപ്പോൾ 2 ഫോഴ്സുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ക്ലിയർ അല്ലേ? 2 ഫോഴ്സുകളാണുള്ളത്. അപ്പോൾ ഈ 2 ആളുകളും കൂടെ ആഡ് ചെയ്താലാണ് എനിക്ക് എന്ത് കിട്ടുക? എൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ആക്ടിങ് ഇൻ ദിസ് പോയിന്റ്. അത് എത്ര വരിക? ഇയാളത് സിഗ്മ ഡിവൈഡഡ് ബൈ ε0 വരും, ഇയാളതും സിഗ്മ ഡിവൈഡ് ബൈ ε0 വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ബിറ്റ്വീൻ ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിൽ ബി ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ 2ε0 എന്നുണ്ടാകും. 2ε0. ഇനി നമുക്കറിയാം, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ മുറിച്ച് ഒഴിവാക്കി എന്ന് വെച്ചോ, ഇയാളുടെ അടുത്ത് ഒഴിവാക്കി, അപ്പോൾ ആര് മാത്രമേ ഉണ്ടാകുള്ളൂ? സിഗ്മ ബൈ ε0 മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ വെരി സിമ്പിൾ, നേരെ പകുതിയാകും. എന്ന് വെച്ചാൽ 10 ഉള്ളത് എത്ര ആകുന്നുണ്ടാകും? 5 ന്യൂട്ടൺ ആയി മാറുന്നുണ്ടാകും. ദാറ്റ്സ് ഓൾ. ഇനീഷ്യലി എത്ര ഉണ്ടായിരുന്നു? സിഗ്മ ഡിവൈഡ് ബൈ 2ε0 ആയിരുന്നു. അതായത് എൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? F is equal to QE ആണ്. എന്ന് വെച്ചാൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. ആദ്യത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? സിഗ്മ ഡിവൈഡ് ബൈ 2ε0. രണ്ടാമത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? രണ്ടാമത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്ര ഉണ്ടാകുക? സിഗ്മ ഡിവൈഡ് ബൈ ε0 ഉണ്ടാകുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ സെക്കൻഡ് വണ്ണിന്റെ പകുതിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. സോ നേരെ എൻ്റെ റിലേഷൻ എനിക്ക് കിട്ടും. സോ ഫ്രം ദാറ്റ് എക്സ്പ്രഷൻ ദ ചോയ്സ് ഈസ് വെരി സിമ്പിൾ. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നൗ the next question. Here is the next question. Conducting wire of length L, area of cross section A, electric resistivity rho is connected between terminals of the battery. A potential difference of V is developed between its end, causing an electric current. If the length of the wire of the same material is doubled and the area of cross section is halved, the resultant of current is. അപ്പോൾ കറണ്ട് എങ്ങനെയാണ് പറഞ്ഞത്? ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ഒരു തിയറം, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പല തവണകളായിട്ട് JEE ക്വസ്റ്റ്യനുകളിൽ വന്നിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റിയുടെ ടേമും ഇക്വേഷനും അറിയോ എന്നുള്ളതാണ് ഇവിടെ ആക്ച്വലി ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ, ഇവിടെ എൻ്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഏതൊരു കറണ്ട് ആണെന്നുണ്ടെങ്കിലും I is equal to V/R അല്ലേ? I is nothing but I is equal to V/R. ഇതിൽ വിക്ക് മാറ്റമൊന്നുമില്ല, പക്ഷെ ആറിന് മാറ്റമുണ്ട്. ആർ എങ്ങനെ മാറുന്നത്? R is nothing but R is equal to റോ ഇൻറ്റു L/A ആണ്. അപ്പോൾ ഇനീഷ്യലി ഇതിൽ എത്ര ഒഴുകുന്നുണ്ട്? I എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്നുണ്ട്. സോ മൈ I will be equal to V divided by R. So which will be equal to V divided by റോ L divided by A. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ
ഇനീഷ്യലി ഉള്ള കറണ്ട് ആണ്. ഇനി എൻ്റെ പുതിയ കറണ്ട് I പ്രൈം വിൽ ബി ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R പ്രൈം എന്നുണ്ടാവും. ദിസ് വിൽ ബി ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ റോക്ക് മാറ്റൊന്നുമില്ല, കാരണം ഒരേ മെറ്റീരിയലാണ്. റോ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. സോ റോക്ക് മാറ്റൊന്നുമില്ല. ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ ലെങ്ത് ഈസ് ഡബിൾഡ് ആൻഡ് ഏരിയ ഈസ് ഹാഫ്ഡ്. അപ്പോൾ എന്ന് വെച്ചാൽ ദിസ് വിൽ ബി ഈക്വൽ ടു 2L ആൻഡ് ഇവിടെ L/A എന്നുണ്ടായിരുന്നു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു A/2 എന്നുണ്ടാകും. സോ ദിസ് ഈസ് ഈക്വൽ ടു VA ഡിവൈഡഡ് ബൈ റോ L ഇൻറ്റു 4 എന്നുണ്ടാകും. VA ഡിവൈഡ് ബൈ റോ L എന്താണ്? I ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇതേ ഇക്വേഷൻ എഴുതാം, ഇത് തന്നെയാണ് അവിടെ ഉള്ളത്. യെസ്, VA ഡിവൈഡ് ബൈ 4L എന്ന് വെച്ചാൽ ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ട്? ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. നേരത്തെ അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ. ഇത് ഓർത്തിരിക്കണം. R is equal to റോ ഇൻറ്റു L/A എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇതിൽ കൺഫ്യൂഷൻ വേണ്ട. ഇതിൽ റോ എന്ന് പറയുന്നത് പ്യൂർലി ഇറ്റ് ഈസ് എ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. അത് ഓർത്തിരിക്കണേ, റെസിസ്റ്റിവിറ്റി ആണെന്നുള്ളത്. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹിയർ ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 metallic wires of identical dimensions are connected in series. If sigma 1 and sigma 2 are conductivities of the wires respectively, effective conductivity will become. അപ്പോൾ കണ്ടക്ടിവിറ്റി ആണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടക്ടിവിറ്റി കാണാൻ എനിക്ക് സംശയം ഉണ്ടാകും, എന്താണ് കണ്ടക്ടിവിറ്റി എന്നുള്ളത്. 1 ഡിവൈഡ് ബൈ റെസിസ്റ്റിവിറ്റി ആണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എനിവേ ഇവിടെ നോക്കുക, എൻ്റെ കയ്യിൽ ഇനീഷ്യലി എന്തുണ്ടായിരുന്നു? 2 മെറ്റാലിക് വയേഴ്സ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ 2 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ സീരീസിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 മെറ്റാലിക് വയറുകളെ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് വൺ. ഓക്കെ, നൗ 2 ആളുകളെയും പ്രത്യേകത, ആദ്യ ആളുകളത് സിഗ്മ 1 ആണ്, രണ്ടാമത്തെ ആളുകളത് സിഗ്മ 2 ആണ്. എനിവേ ഇത് 2 ആളുകളും എന്താ ചെയ്തിട്ടുള്ളത്? സീരീസ് കണക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ R ഇക്വലൻ്റ് എന്തായിരിക്കും? R equivalent will be equal to R1 plus R2 ആയിരിക്കും. റൈറ്റ്, R1 plus R2. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ R is equal to എന്താ വരിക? R is equal to നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും റോ ഇൻറ്റു L/A എന്നുള്ളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാകും. ആക്ച്വലി സിഗ്മ എന്ന് വെച്ചാൽ എന്താ? സിഗ്മ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റോക്കാണ് എന്തെന്ന് പറയുന്നത്, സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ R is equal to എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? R is equal to L ഡിവൈഡഡ് ബൈ സിഗ്മ എ എഴുതാനായിട്ട് പറ്റും. L ഡിവൈഡഡ് ബൈ സിഗ്മ എ. ക്ലിയർ ആണല്ലോ? L ഡിവൈഡ് ബൈ സിഗ്മ എ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവിടെ എത്ര ആയിരിക്കും? ദിസ് വിൽ ബി ഈക്വൽ ടു ഇക്വലന്റ് ലെങ്ത് എത്ര? ഈ പുതിയ ആളെ ലെങ്ത് എന്ന് പറയുന്നത് ഇത് 2L ആയിരിക്കും, ഇത് L ആയിരിക്കും, ഇത് L ആയിരിക്കും. അപ്പോൾ 2L ഡിവൈഡഡ് ബൈ സിഗ്മ ഇക്വലന്റ്, അതാണ് നമുക്ക് കാണേണ്ടത്. ഇക്വലന്റ് ഇൻറ്റു എ, എയിലേക്ക് മാറ്റൊന്നുമില്ല. ആദ്യത്തെ ആളത് എന്ന് പറയുന്നത് L ഡിവൈഡഡ് ബൈ സിഗ്മ 1 ഇൻറ്റു എ, രണ്ടാമത്തെ ആളത് എന്ന് പറയുന്നത് L ഡിവൈഡ് ബൈ സിഗ്മ 2 ഇൻറ്റു എ. ക്ലിയർ ആയിട്ടുണ്ടോ? സിഗ്മ 1 ഇൻറ്റു എ, സിഗ്മ 2 ഇൻറ്റു എ. അപ്പോൾ ഇവിടെ L ക്യാൻസൽ, എ ക്യാൻസൽ ചെയ്തു. എന്ന് വെച്ചാൽ 2 ഡിവൈഡഡ് ബൈ സിഗ്മ ഇക്വലന്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സിഗ്മ 1 പ്ലസ് 1 ഡിവൈഡ് ബൈ സിഗ്മ 2 എന്ന് കിട്ടും. ഓപ്ഷൻ എങ്ങനെയുള്ളത്? ആക്ച്വലി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു സിഗ്മ 2 പ്ലസ് സിഗ്മ 1 ഡിവൈഡ് ബൈ സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2 എന്ന് കിട്ടും. എന്ത്? 2 ഡിവൈഡ് ബൈ സിഗ്മ ഇക്വലന്റ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മൈ സിഗ്മ ഇക്വലന്റ് വിൽ ബി ഈക്വൽ ടു 2 സിഗ്മ 1 സിഗ്മ 2 ഡിവൈഡ് ബൈ സിഗ്മ 1 പ്ലസ് സിഗ്മ 2 എന്ന് കിട്ടും. 2 സിഗ്മ 1 സിഗ്മ 2 ഡിവൈഡ് ബൈ സിഗ്മ 1 പ്ലസ് സിഗ്മ 2. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയിട്ടുണ്ടോടാ? ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? ഈസി ആണ്, അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വെരി 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 നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. അതായത് റോ ഇസ് ഈക്വൽ ടു R ഇൻറ്റു L/A വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് 2 ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 2i cap plus 3j cap Tesla. If the acceleration is equal to alpha minus 4j cap, then the value of alpha is. ഇത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, പക്ഷേ നമുക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ആകെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും ആക്സിലറേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്കറിയാം, നിങ്ങളെ കയ്യിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇറ്റ് ഈസ് മൂവിങ് വിത്ത് സം വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് Q ഇൻറ്റു V ക്രോസ് P അല്ലേ? Q ഇൻറ്റു V ക്രോസ് P. ആക്ച്വലി ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു
F/m ആയിരിക്കും. എന്ന് വെച്ചാൽ Q ഇൻറ്റു V ക്രോസ് B ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? M എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കേ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് V ക്രോസ് B ആയിരിക്കും. എന്ന് വെച്ചാൽ എൻ്റെ ആക്സിലറേഷൻ വെക്ടറും അതേപോലെ വെലോസിറ്റി വെക്ടറും എന്തായിരിക്കും? ആക്ച്വലി വെലോസിറ്റി വെക്ടർ അല്ല, എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെക്ടർ എന്തായിരിക്കും? ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? കാരണം V ക്രോസ് ബിയുടെ ഡയറക്ഷനിലാണ് ഉണ്ടാകുക. അപ്പോൾ V ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് V ആൻഡ് B. അപ്പോൾ A എന്ന് പറയുന്നത് A വിൽ ബി പെർപെൻഡിക്കുലർ ടു V ആൻഡ് B, രണ്ടാൾക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാളും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവർ രണ്ടാളും ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ 2 ആൽഫ മൈനസ് 3 × 4 12 കിട്ടും, ഈക്വൽ ടു 0. സോ ആൽഫ ഈക്വൽ ടു 6 എന്ന് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടോ? ആൽഫ ഈക്വൽ ടു 6. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോടാ? അതായത് ആ ഒരു പോയിന്റ് ആണ് ഇതിൽ വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കാനുള്ളത്. ഇതാണ് ഇതിൻ്റെ കണ്ണിങ് കീ പോയിന്റ്. എയും ആൽഫയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നുള്ളത് മനസ്സിലാക്കണം. എയും ബിയും, അതായത് എൻ്റെ ആക്സിലറേഷൻ വിച്ച് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആസ് വെൽ ആസ് ദ വെലോസിറ്റി. ബിക്കും എക്കും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ചാർജ്ഡ് particle carrying a charge 1 microcoulomb is moving with velocity 2 I cap plus 3 j cap plus 4 k cap if an external magnetic field of 5 I cap plus 3 j cap minus 6 k cap into 10 to the power minus 3 Tesla exists in the region where a particle moving, then the force on the particle is F into 10 to the power minus 9 Newton, then the vector F is F ആണ് നിങ്ങൾ ചോദിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഈസി, ബിക്കോസ് യുവർ എഫ് ഈസ് നത്തിങ് ബട്ട് എഫ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B ആണ് കിട്ടുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു Q എത്രയാണ്? Q ഞാൻ ലാസ്റ്റ് കാണാണ്, 1 മൈക്രോകൂളോംബ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് കാണാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ചെക്ക് V ക്രോസ് B ആദ്യം കാണാണ്. സോ V ക്രോസ് B എന്ന് പറഞ്ഞാൽ I ഉണ്ട്, J ഉണ്ട്, K ഉണ്ട്. V എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 2 3 4 അല്ലേ എൻ്റെ V. സോ V ഞാൻ എഴുതാണ് 2 3 4. നൗ വാട്ട് ഈസ് മൈ B? B എന്ന് പറയുന്നത് 5 3 minus 6. അപ്പോൾ ബിയും കൂടെ ഞാൻ എഴുതി 5 3 minus 6 അല്ലേ? 5 3 minus 6. യെസ്. നൗ ദിസ് വിൽ ബി ഈക്വൽ ടു I cap ഇൻറ്റു 3 ഇൻറ്റു മൈനസ് 6. അത് എത്ര വരും? -18 എന്ന് വരും. -18 -12 എന്നുണ്ടാകും. ദെൻ മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ജെയിലെ റോയും കൂടെ ഒഴിവാക്കിയാൽ -12 -20 എന്നുണ്ടാകും. ദെൻ പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു 3 × 2 6 ആണ്. 6 - 5 × 3 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 15 എന്നുണ്ടാകും. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ചെയ്താൽ എത്ര കിട്ടുക? 8 × 10 പിന്നെ 10ഉം ദിസ് വിൽ ബി ഈക്വൽ ടു 30 എന്ന് കിട്ടും. റൈറ്റ്? സോ 30 I cap -30 I cap ഇവിടെ എത്ര വരും? ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് ആകുന്ന സമയത്ത് 32 ആണ് വരിക. സോ പ്ലസ് 32 ജെ ക്യാപ്പ് എന്നുണ്ടാകും. അവിടെ 6 - 15 എന്ന് വെച്ചാൽ എത്ര വരും? 9 വരും. റൈറ്റ്? സോ -9 കെ ക്യാപ്പ് എന്ന് കിട്ടും. ഇത്രയാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? എൻ്റെ ഫോഴ്സ് V ക്രോസ് B കിട്ടിയിട്ടുള്ളത്. ഇനി V ക്രോസ് B കിട്ടി, ഇവിടെ എന്തുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ലാസ്റ്റ് ഒരു 10 to the power -3 ഉണ്ടായിരുന്നു. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ആസ് 10 to the power -3 ഇവിടെ ഉണ്ട്. 10 to the power -3. നൗ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ F എന്തായിരിക്കും? F will be equal to Q into V cross B. So which is equal to F is equal to Q എത്രയാണ്? 1 മൈക്രോ ആണ്. എന്ന് വെച്ചാൽ 10 to the power -6 ആണ്. 10 to the power -6 ഇൻറ്റു ഇവിടെ 10 to the power -3 ഉണ്ട്. ബാക്കി ആരാണുള്ളത്? -30 I ക്യാപ്പ് പ്ലസ് 32 ജെ ക്യാപ്പ് -9 കെ ക്യാപ്പ് എന്നുണ്ട്. അപ്പോൾ എത്ര കിട്ടുക? ഇത്രയും 10 to the power -9 എന്ന് കിട്ടും. 30 I ക്യാപ്പ് പ്ലസ് 32 ജെ ക്യാപ്പ് -9 കെ ക്യാപ്പ് എന്നുണ്ടാക്കും. അപ്പോൾ 10 to the power -9 പുറത്തെടുത്തിട്ടുള്ള വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, F ആ ചോദിച്ചത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയല്ലോടാ? അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. അതായത് നിങ്ങളെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ
ഫോഴ്സ് കാണുന്ന ഫോർമുലയാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. എനിവേ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So here we have a conducting circular loop is placed in XY plane in presence of a magnetic field B is equal to 3t cube plus 3t square and the radius of the loop is 1 meter. Then the induced EMF in the loop at the time t equal to 2 seconds is n pi v. The value of the n is. അപ്പോൾ induced EMF ആ കാണേണ്ടത്. Induced EMF എന്താ? EMF will be equal to d5 divided by dt അല്ലേ? d5 by dt ആണ്. phi എന്താടാ? phi is nothing but phi is equal to b dot a ആണ്. b എത്ര? b തന്നിട്ടുണ്ട്. so b is equal to 3t cube j cap plus 3t square k cap ആണ്. റൈറ്റ്. ഇനി ഇവിടെ നോക്കിക്കേ, ഡോട്ട് വിത്ത് എ. എ എത്രയാണ് വരിക? ഏരിയയാണ്. ആക്ച്വലി ദിസ് ഈസ് ഇൻ XY പ്ലെയിൻ. XY പ്ലെയിനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? എ വിൽ ബി ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആൻഡ് വിച്ച് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ. എത്രയാണ്? ആർ ഇവിടെ തന്നിട്ടുണ്ട് 1 ആണ്. സോ പൈ ഇൻറ്റു 1 സ്ക്വയർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് കെ ക്യാപ്പ് അല്ലേ? കാരണം XY പ്ലെയിനിലാണ്. അപ്പോൾ XY പ്ലെയിനിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? കെ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലായിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു 3t സ്ക്വയർ പൈ എന്നുണ്ടാകും. എൻ്റെ 5 കിട്ടി, 3t സ്ക്വയർ പൈ. ഈസിയാണ്. ഈക്വൽ ടു d5 by dt ചെയ്താൽ എന്താ കിട്ടുക? 3 ഇൻറ്റു 2 ഇൻറ്റു t എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 6t എന്ന് കിട്ടും. 6t ഇൻറ്റു പൈ എന്ന് കിട്ടും. ഇവിടെ ഒരു പൈ ഉണ്ട് ബാക്കി. സോ ദിസ് വിൽ ബി ഈക്വൽ ആറ്റ് t ഈക്വൽ ടു 2 സെക്കൻഡ് ആണ് വെച്ചിട്ടുള്ളത്. t ഈക്വൽ ടു 2 സെക്കൻഡ് ആണെങ്കിൽ 12 പൈ എന്നുണ്ടാകും. 12 പൈ എന്ന് വെച്ചാൽ n എത്ര? 12. സിമ്പിൾ. n is equal to 12. The value of the n is equal to 12. ഓക്കെ അല്ലേടാ? അപ്പോൾ ഈസി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്ന് വെച്ചാൽ d5 by dt ഈ ടൈപ്പ് പ്രോബ്ലം എനിക്ക് തോന്നുന്നത് വീണ്ടും നമ്മൾ ഇതിൻ്റെ മുന്നത്തെ പ്രഡിക്ഷനിലും പിന്നെ അതേപോലെ തന്നെ MCQ സീരീസിലൊക്കെ വന്നതാണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് എൻ്റെ ഫൈ ഇസ് ഈക്വൽ ടു EMF ഇസ് ഈക്വൽ ടു എന്താണ്? d5 by dt ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടാണ്, ഒന്നെങ്കിൽ ബി വാരി ചെയ്യാം, അല്ലെങ്കിൽ എ വാരി ചെയ്യാം, അല്ലെങ്കിൽ ബി ഡോട്ട് എ വാരി ചെയ്യാം. ഇതിലേത് വേണമെങ്കിലും വരാം. എനിവേ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടൈം ടേക്കൺ ഫോർ ദ മാഗ്നറ്റിക് എനർജി ടു റീച്ച് 25% ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി വാല്യൂ, മാക്സിമം വാല്യൂ, when a solenoid of resistance R induced inductance of L is connected to the battery. അതായത് ഇവിടെ ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി അതിലുള്ള എനർജിയിൽ നിന്നും 25% ഓഫ് ദ മാക്സിമം വാല്യൂവിൽ നിന്ന് കുറയണമെന്നുണ്ടെങ്കിൽ എത്രയെന്നുള്ളതാണ് ചോദ്യം. എന്ന് വെച്ചാൽ എൻ്റെ U ഈക്വൽ ടു 25% ഓഫ് ദി U0 ആകണം. 25% എന്ന് പറഞ്ഞാൽ എത്ര? അത് 0.4 ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എത്ര കിട്ടും? എൻ്റെ 1/4 കിട്ടും. സോ 0.25 ആണ്. 1/4 ഉണ്ടാകും. 1/4 ഉണ്ട്. വാട്ട് ഈസ് U0? വാട്ട് വിൽ ബി ദ മാക്സിമം എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ സർക്യൂട്ട്? അത് എത്രയാണ്? ഹാഫ് ഇൻറ്റു LI സ്ക്വയറാ. സോ ഹാഫ് LI സ്ക്വയർ എന്ന് കിട്ടും. LI എന്ന് വെച്ചാൽ എന്താണ്? വി നോ ദാറ്റ് ദ കറണ്ട് ആണ്. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് I0 ആയിട്ട് എടുക്കുകയാണ്. സോ മൈ U ഇസ് ഈക്വൽ ടു ആക്ച്വലി എന്താണ്? U ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഹാഫ് LI സ്ക്വയർ എന്നാണ് ഉണ്ടാകുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയാണ് കിട്ടുക? ദിസ് വിൽ ബി ഈക്വൽ ടു 1/8 LI0 സ്ക്വയർ എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ട്? 1/8 I0 സ്ക്വയർ. അപ്പോൾ ഇവിടെ ഇൻഡക്ടർ ആക്ച്വലി L എന്താണ്? L കോൺസ്റ്റൻ്റാ. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ I എത്ര ആയിരിക്കണം? I must be equal to I0 divided by 2 ആവണ്ടേ? I0 divided by 2 ആയാലല്ലേ I0 സ്ക്വയർ divided by 4 എന്ന് വരുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ ടോട്ടൽ ഹാഫ് 1/8 LI സ്ക്വയർ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ I ഷുഡ് ബി ഈക്വൽ ടു I0 divided by 2 ആണ്. അപ്പോൾ ഇനി നമ്മളെ എന്താണ് എയിം എന്ന് പറയുന്നത്, കാരണം ഇൻഡക്ടർ സർക്യൂട്ടിൽ നിങ്ങൾക്കറിയാം കറണ്ട് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. I is nothing but I0 into 1 minus e raised to minus RT divided by L എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ഇപ്പൊ I എത്രയെന്ന് കിട്ടി? I0 divided by 2 ആകുന്ന സമയത്താണ് എൻ്റെ കയ്യിലുള്ള ഇനീഷ്യൽ എനർജി മാക്സിമം എനർജിനെക്കാട്ടിൽ 25% ആകുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ I is equal to I0 divided by 2 ആണ്. സോ I0 divided by 2 is equal to I0 into 1 minus e raised to minus RT divided by L എന്ന് കിട്ടും. സോ I0 ക്യാൻസൽ ചെയ്തു.
ബാക്കി രണ്ട് ഭാഗത്തും ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ e⁻−RT അങ്ങോട്ട് കോമൺ ആയിട്ട് പുറത്തെടുത്തൊരു ലോഗ് എടുക്കുകയാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ 1 - 1/2 തന്നെ കിട്ടും. പിന്നെ എഗെയിൻ എനിക്ക് എൻ്റെ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? സോ ലോഗ് 2 വിൽ ബി ഈക്വൽ ടു ഇത് 1/2 ആണ് എന്ന് വെച്ചാൽ e⁻RT ഡിവൈഡഡ് ബൈ L ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ RT ഡിവൈഡ് ബൈ L ഇസ് ഈക്വൽ ടു ln2 എന്ന് കിട്ടി. വി ഹാവ് ടു ഫൈൻഡ് ദ ടൈം. ടി ആണ് കാണേണ്ടത്. സോ L ഇൻറ്റു ln2 ഡിവൈഡഡ് ബൈ R. L ഇൻറ്റു ln2 ഡിവൈഡ് ബൈ R. L ഇൻറ്റു ln2 ഡിവൈഡ് ബൈ R. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ. അപ്പം സിമ്പിളാണ്. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഒന്ന്, എൻ്റെ ഇൻഡക്ടർ സർക്യൂട്ട് മാത്രമാകുന്ന സമയത്ത് അവിടെ എന്താ ആക്ച്വലി സംഭവിക്കുക? ½ Li² ആയിരിക്കും എൻ്റെ ഉള്ള എനർജി. അപ്പം L കോൺസ്റ്റന്റ് ആ. കാരണം നമ്മളൊരു ഇൻഡക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡക്ടറിനെ പിന്നെ പിടിച്ച് മാറ്റുന്നില്ല. പക്ഷേ അവിടുത്തെ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മാറുന്നുണ്ട്. കറണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുക. അപ്പം ആ കറണ്ട് എങ്ങനെ കുറയുന്നത് നമുക്കറിയാം. I = I0 × 1 - e⁻−RT ഡിവൈഡ് ബൈ L ആണ്. സോ റൈറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര കുറയണം എന്നുള്ളതാണ് ചോദ്യം. എത്ര കുറയേണ്ടത്? I0 ഡിവൈഡ് ബൈ 2 ആവണം. കാരണം I0 ഡിവൈഡ് ബൈ 2 ആകുമ്പോൾ U എത്ര ആകുന്നുള്ളൂ? 25% ആകുന്നുള്ളൂ. അതെങ്ങനെ കിട്ടി? അത് ഇക്വേഷൻ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം 1/8 ആണ് എൻ്റെ കോയിഫിഷ്യന്റ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു 1/4 എന്നുള്ള ഈ ടേമാണ് ഇവിടെ എക്സ്ട്രാ കിട്ടേണ്ടത്. അപ്പോൾ I എത്ര ആയിരിക്കണം? I0 ഡിവൈഡ് ബൈ 2 വരുമ്പോഴാണ് കിട്ടുക അല്ലേ? അത് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. സംഭവം വളരെ സിമ്പിൾ ആണ്, മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് alternative EMF E is equal to 440 sin 100 pi t applied to a circuit containing an inductance of √π/Henry. If an AC ammeter is connected to the circuit, its reading will be. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ I എന്ന് വെച്ചാൽ AC ആണ്. അതായത് IRMS ആണ് എനിക്ക് കാണേണ്ടത്. IRMSന്റെ ഇക്വേഷൻ എന്താ? IRMS will be equal to I0 divided by √2 ആണ്. സോ നൗ വി ഹാവ് ടു ഫൈൻഡ് I0 കാണണം. I0 എന്ന് വെച്ചാൽ കറണ്ട് ആണ്. കറണ്ട് ഈസ് നത്തിങ് ബട്ട് E0 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെ ഇമ്പിഡൻസ് ഞാൻ എന്തായിട്ട് എടുക്കാണ്? Z ആയിട്ട് എടുക്കാണ്. സോ ദിസ് ഈസ് എ പ്യുവർ ഏത് സർക്യൂട്ടാണ്? ഇൻഡക്ടർ സർക്യൂട്ടാണ്. സോ ഇൻഡക്ടർ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു E0 എത്രയാണ്? 440 ആണ്. 440 ഡിവൈഡ് ബൈ Z എത്ര വരിക? Z ഈസ് നത്തിങ് ബട്ട് ദാറ്റ്സ് ഈക്വൽ ടു XL എന്നുണ്ടാകും. വാട്ട് ഈസ് മൈ XL? XL is equal to L omega ആണ്. സോ L omega this will be equal to L എത്ര? √2 divided by pi into omega എത്ര? 100 pi ആണ്. സോ 100 pi എന്ന് കിട്ടി. പൈ ക്യാൻസൽ ചെയ്ത് പോയാൽ √2 into 100 ആണ് എന്ത് എൻ്റെ XL കിട്ടിയിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ മൈ I0 will be equal to 440 divided by 100 √2 എന്ന് കിട്ടും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 4 divided by √2 or equal to 2.2 √2 എന്ന് കിട്ടും. I ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നമ്മളെ ചോദ്യം ആക്ച്വലി I കാണാനല്ല, IRMS കാണാനാണ്. സോ 2.2 √2 ഡിവൈഡഡ് ബൈ √2. സോ ദാറ്റ്സ് ഈക്വൽ ടു 2.2. ക്ലിയർ ആയിട്ടുണ്ടോ? 2.2 ആംപിയർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഈസി ആണ്. അതായത് വേറൊന്നുമല്ല, IRMS ആണെന്ന് എനിക്ക് മനസ്സിലായി. IRMS എന്ന് വെച്ചാൽ I0 ഡിവൈഡ് ബൈ √2 ആണെന്ന് മനസ്സിലായി. I0 കാണുന്നത് ഇത് I = V/R, നത്തിങ്. I = V/R അത്രേ ചെയ്തുള്ളൂ. അപ്പോൾ ആ ഇക്വേഷനുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. ഇതേപോലത്തെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. എ സീരീസ് LCR സർക്യൂട്ട് ഡ്രൈവ് ബൈ 300 volt at a frequency of 15 Hz containing a resistance R is equal to 3 kilo ohm. An inductor of the inductive reactance XL is equal to 250 pi ohm and an unknown capacitor. The value of the capacitance to maximum value of to the average power should be. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ കപ്പാസിറ്റൻസ്. ഈ ആണ് കാണേണ്ടത്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുണ്ട്? XL തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ദ കപ്പാസിറ്റൻസ് ടു ദ മാക്സിമം ദ ആവറേജ് പവർ ഷുഡ് ബി. അപ്പോൾ മാക്സിമം എന്ന് വെച്ചാൽ എപ്പോഴാണ് വരിക? എൻ്റെ ഇമ്പിഡൻസ് കുറവാകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ XL = XC ആകണം. XL = XC വിച്ച് ഇംപ്ലൈസ് ദാറ്റ് L omega = 1 divided by C omega. സോ അങ്ങനെയാണെങ്കിൽ മൈ C will be equal to 1 divided by L omega square which is equal to 1 divided by L എത്രയാടാ? L omega is equal to എന്താണ്? L omega എന്ന് പറഞ്ഞാൽ എൻ്റെ XL ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം?
250 പൈ അവിടെ എൽ ഒമേഗയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻറ്റു പിന്നെ എന്താ ഉള്ളത് ഇൻറ്റു ഒമേഗ എന്നുണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് ചെയ്യാനായിട്ട് പറ്റും? സോ 1 ഡിവൈഡ് ബൈ 2 പൈ ഇൻറ്റു ഒമേഗ എന്ന് വെച്ചാൽ 2 പൈ ബൈ ടി ആണ് എന്ന് വെച്ചാൽ 2 പൈ ന്യൂ ആണ്. സോ ദാറ്റ് ഈക്വൽ ടു എത്ര വരും? 2 പൈ ന്യൂ എന്ന് വരും. സോ 2 പൈ ന്യൂ എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ആണ്. എത്ര വന്നു? 50 എന്ന് വന്നു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 1 ഡിവൈഡഡ് ബൈ 25. പൈ ഉണ്ട്, പൈ സ്ക്വയർ ആണ്, പൈ സ്ക്വയർ 10 എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 ഡിവൈഡ് ബൈ 25 ഇൻറ്റു ഇത് രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പൈ സ്ക്വയർ ചെയ്താൽ 10, ഓൾറെഡി ഒരു 10 ഉണ്ട്, പിന്നെ ഒരു 5 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്. സോ മൊത്തത്തിൽ എത്ര വരും? സോ 2 ഇൻറ്റു 50 100 വന്നു. അപ്പോൾ 10 ക്യൂബായി, പിന്നെ ഒന്നും കൂടി 10 ടു ദ പവർ 4 ആയി. എന്ന് വെച്ചാൽ 1/25 ഇൻറ്റു 10 ടു ദ പവർ -4 എന്നുണ്ടാകും. ആക്ച്വലി 1/24 എന്ന് വെച്ചാൽ എത്ര വരിക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 25 എഴുതാനായിട്ട് പറ്റും, 4 എഴുതാനായിട്ട് പറ്റും. സോ 4 ഇൻറ്റു 10 ടു ദ പവർ -6, 4 ഇൻറ്റു 10 ടു ദ പവർ -6 എന്നുണ്ടാകും. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഈസിയാണ്. അതായത് ഒരേ കൺസെപ്റ്റുകളാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. ഈസി ആണല്ലോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. ആൻ എക്സ്പ്രഷൻ ഫോർ oscillating electric field in a plane electromagnetic wave is given as Ez is equal to 300 sin 5 pi into 10 to the power 3x minus 3 pi into 10 to the power 11t. The value of the magnetic field. Very simple. കാരണം എന്താണെന്ന് വെച്ചാൽ E is equal, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അന്ന് തന്നെ, E is equal to BC ആണെന്ന് പഠിച്ചേക്കണം, B into C ആണെന്ന് പഠിച്ചേക്കണം. സോ B will be equal to E divided by C ആയിരിക്കും ഇത് പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇത് നോർമലി ഉള്ളതാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ C ആയിരിക്കില്ല, V ആയിരിക്കും, കാരണം ഒമേഗയും ഇതും നോക്കുക. സോ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് E0 ഡിവൈഡ് ബൈ V. E0 എത്ര? 300 ആണ്. സോ 300 ഡിവൈഡ് ബൈ V. V എത്രയാണ്? V എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷേ V is equal to എന്താ വരിക? ഒമേഗ ഡിവൈഡ് ബൈ കെ ആണ്. ഒമേഗ എത്രയാണ്? ഒമേഗ എന്ന് പറയുന്നത് 3 പൈ ഇൻറ്റു 10 ടു ദ പവർ 11 ആണ്. ഡിവൈഡ് ബൈ കെ എന്ന് പറയുമ്പോൾ ഇൻറ്റു കെ ആകും. കെ എക്സിൻ്റെ കെ നോക്കുക, 5 പൈ ഇൻറ്റു 10 ടു ദ പവർ 3 ആണ്. ഈക്വൽ ടു എത്ര വരും? ഇവിടെ പൈ ക്യാൻസൽ ചെയ്തു. 10 ടു ദ പവർ 11ഉം ഇതിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 5 ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഉണ്ടാകുന്നത് 10 ടു ദ പവർ -6 എന്നായിരിക്കും. ദെൻ 3 ക്യാൻസൽ ചെയ്തു, ബാക്കി 5 ഉണ്ട്. സോ 5 ഇൻറ്റു 10 ടു ദ പവർ -6. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഇത് നോക്കാം. ഇത് ഏകദേശം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതും കൂടെ ചെയ്തിട്ട് ഈ സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. സോ two coherent sources of light interfere an intensity ratio are in the ratio 1:4. For the interference pattern, the value of the I max plus I minima divided by I max minus I minima is equal to 2 alpha plus 1 divided by beta plus 1. അപ്പോൾ I max plus I minima divided by I max minus I minima കാണണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? I max എത്ര? ആക്ച്വലി I maxും I minimയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അറിയായിരിക്കും. √I1 പ്ലസ് √I2 പ്ലസ് 2 ഇൻറ്റു I1 I2 കോസ് ഡെൽറ്റ എന്നായിരുന്നു. അപ്പോൾ മാക്സിമം കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെൽറ്റ എത്ര ആയിരിക്കണം? അവിടെ 1 ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ മിനിമം കിട്ടണമെന്നുണ്ടെങ്കിൽ മൈനസ് ആയിരിക്കണം. അപ്പോൾ A പ്ലസ് ബി ഹോൾ സ്ക്വയറും A മൈനസ് ബി ഹോൾ സ്ക്വയറും വെച്ച് ഇക്വേറ്റ് ചെയ്തിട്ട് മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് √I1 പ്ലസ് √I2 ദ ഹോൾ സ്ക്വയർ ആണ്. അതേപോലെ എൻ്റെ മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് √I1 മൈനസ് √I2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് I max പ്ലസ് I minimയാണ് ചോദിച്ചത്. വി നോ ദാറ്റ് I max എത്രയാണ്? ഇവിടെ രണ്ടാളുകളെയും ഇൻറ്റൻസിറ്റി റേഷ്യോ എനിക്ക് തന്നിട്ടുണ്ട്. അതായത് I1 ഡിവൈഡഡ് ബൈ I2 ഈക്വൽ ടു 1/4 ആണ്. എന്ന് വെച്ചാൽ എൻ്റെ I2 ഈക്വൽ ടു 4I1 ആണ്. അപ്പോൾ ഇത് എത്ര വരിക? I2 ഈക്വൽ ടു 4I1 ആണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു √I1 ഉണ്ടാകും. മറ്റേതെന്നുണ്ടാകും 2 എന്നുണ്ടാകും. എന്ന് വെച്ചാൽ 3√I1 എന്നുണ്ടാകും. 3√I1 സ്ക്വയർ ചെയ്താൽ എത്ര ഉണ്ടാകും? 9I1 എന്നുണ്ടാകും. ഇനി I മിനിമം എത്ര ഉണ്ടാകുക? I1 മൈനസ് 2 എന്ന് വെച്ചാൽ -1 ഉണ്ടാകും. സോ -1√I എന്നുണ്ടാകും. അതിന് സ്ക്വയർ ചെയ്താൽ എത്ര ഉണ്ടാകും? I1 ഉണ്ടാകും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഷ്യോ I max
പ്ലസ് ഐ മിനിമ ഡിവൈഡഡ് ബൈ ഐ മാക്സ് മൈനസ് ഐ മിനിമ വിൽ ബി ഈക്വൽ ടു വാട്ട്? ഐ മാക്സ് പ്ലസ് ഐ മിനിമ എന്ന് വെച്ചാൽ 10I1 ആയിരിക്കും ഡിവൈഡ് ബൈ മറ്റേത് എന്തുണ്ടാകും 8I1 ഉണ്ടാകും, റൈറ്റ്? 10I1 ഡിവൈഡ് ബൈ 8I1. അപ്പോൾ I1 ക്യാൻസൽ ചെയ്ത് പോയാൽ 5 ഡിവൈഡഡ് ബൈ 8 എന്നുണ്ടാകും. 5 ഡിവൈഡ് ബൈ 4 എന്നുണ്ടാകും. 5/4 എന്നുണ്ടാകും. ദിസ് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത്? 2 ആൽഫ പ്ലസ് 1 ഡിവൈഡ് ബൈ ബീറ്റ പ്ലസ് 3 എന്ന് വെച്ചാൽ ദിസ് ഇംപ്ലൈസ് ദാറ്റ് 2 ആൽഫ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 3. അങ്ങനെയാണെങ്കിൽ 2 ആൽഫ എത്ര ആയിരിക്കണം? 2 ആൽഫ 4 ആയിരിക്കണം. അങ്ങനെ ആൽഫ എത്ര ആയിരിക്കും? ആൽഫ 2 ആയിരിക്കും. ഇനി ബീറ്റ എത്ര ആയിരിക്കും? ബീറ്റ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആൽഫ ബൈ ബീറ്റ ആണ്. സോ ആൽഫ ബൈ ബീറ്റ വിൽ ബി ഈക്വൽ ടു 2. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? ഈസി. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ MCQs ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. എനിവേ, സോ MCQs ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ഇന്നത്തോടു കൂടെ 100 MCQ സീരീസും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പേപ്പർ പ്രിഡിക്ഷൻസും ഇവിടെ അവസാനിക്കുകയാണ്. ഈ നാളെ നമുക്ക് ഈവനിങ് ആയിക്കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നാളെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവസാന നിമിഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായിട്ട് കാണാം. കാരണം ഒത്തിരി പേർക്ക് എക്സാമിന് ഡേറ്റുകൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ 6-നുള്ളവരുണ്ടാകും, അത് കഴിഞ്ഞിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ ഇനി എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ ലൈവിൽ കാണാം. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലിൽ തന്നെ പേപ്പർ പ്രഡിക്ഷൻ്റെ വീഡിയോസും പിന്നെ അതേപോലെ തന്നെ MCQ സീരീസുകളുണ്ട്. കണ്ടമാനം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല ആ ക്വസ്റ്റ്യനുകളൊക്കെ നമ്മുടെ ഇതുവരെ പ്രീവിയസ് ഇയർ JEEയുമായിട്ട് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് തന്നെ മാക്സിമം വർക്കൗട്ട് ചെയ്ത് പോവുക. കയ്യിലുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എന്തായാലും നമുക്ക് നാളെ ലൈവിൽ കാണാം. സോ ഓൾ ദ ബെസ്റ്റ്.